നിങ്ങൾ സാധാരണ ഒരു SEO പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ജോലി 2026 മുതൽ ഇല്ലാണ്ടാവും. നമ്മൾ എപ്പോഴും പറയാറില്ലേ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് ഈ ലോകത്തിന്റെ ഒരു നീതിയാണ്. നിങ്ങൾ ബെസ്റ്റ് ബിരിയാണി ഇൻ പെരിന്തൽമണ്ണ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് എന്നുള്ള വാക്കില്ലാത്തൊക്കെ അതിനകത്ത് റാങ്ക് ചെയ്യും. ഒന്ന് രാത്രി ഉറങ്ങുന്നത് താല്പര്യമില്ല, പിന്നെ വീട്ടിലിരിക്കുന്നത് താല്പര്യമില്ല. ഇതിന് രണ്ടിനും പറ്റിയൊരു ജോലിയാണ് ജേർണലിസ്റ്റ് ആണ്. ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്ത് 30,000 ആണ് സാലറി. ഫ്രഷർ പഠിച്ചിറങ്ങി. വെബ്സൈറ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? വെബ്സൈറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടോ സാധ്യതയുണ്ടോ? അപ്പോൾ നമ്മൾ GPT പോലത്തെ സെർച്ചിലേക്ക് ഫുൾ ഡാറ്റ വരുന്നു, GPT ബാക്കിൽ എന്തെങ്കിലും അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു, അങ്ങോട്ട് വരുന്നു, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാത്തിരുന്ന നമ്മുടെ പ്രോഗ്രാം ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിനി കൂടുതൽ പ്രസാദ് സാറിനെ കുറിച്ചിട്ട്, കാർത്തിക് സാറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജേർണി ബിടെക്, ദെൻ ജേർണലിസം, ദെൻ ടെക്നിക്കൽ എന്ന് പറയാൻ പറ്റില്ല, SEO അല്ലെങ്കിൽ ഓർഗാനിക് കോണ്ടന്റ്, ദെൻ SEO അല്ലെ, അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ സെർച്ച് റെവല്യൂഷൻ, ഗൂഗിൾ ടു AI എന്നുള്ളതാണ്. യാഹു വന്നു, ഗൂഗിൾ വന്നു, ദെൻ ഇപ്പോൾ ജനറേറ്റീവ് എൻജിൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പോലെ സെർച്ച് റെവല്യൂഷൻ വന്നിട്ടുള്ളത്? എങ്ങനെയാണ് കാർത്തിക് സാറുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കി കാണുന്നത്? അതുപോലെ തന്നെ ഏത് ഫ്ലോയിലാണ് ഇത് വന്നത്, ഇനി എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, സെർച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ അൾട്ടാവിസ്റ്റയാണ്. അൾട്ടാവിസ്റ്റ എന്ന് പറയും, അതാണ് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനെ പക്ഷേ ഒരു സെർച്ച് എഞ്ചിൻ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത്രയേ ഉള്ളൂ അൾട്ടാവിസ്റ്റ്. യാഹു വരുന്ന സമയത്തേക്ക് ഈ ഒരു ഡയറക്ടറി മോഡലിലേക്ക് വന്നു. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പിന്നെ അതിനെ പറ്റിയിട്ടുള്ളൊരു ഹിസ്റ്ററി, ഒരു ബുക്കുണ്ട്, ഒരു ഡമ്മീസ് എന്ന് പറഞ്ഞാൽ, അത് പിന്നെ പറയാം, അത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് നെയിം ഞാൻ ഓർക്കുന്നില്ല. ആ കംപ്ലീറ്റ് റിസർച്ചിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും പറഞ്ഞൊരു ബുക്കുണ്ട്. അതായത് ഈ യാഹു എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പഴയ കാലത്ത്, നിങ്ങൾ എത്ര പേർക്ക് അറിയാവോ എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബുക്കിൽ കാറ്റലോഗ് പോലെ ഇങ്ങനെ ഓരോ ബുക്കിൻ്റെയും നെയിം എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ബുക്ക് ഇന്ന ഷെൽഫിൽ ഇന്ന നമ്പറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതുപോലൊരു ഡയറക്ടറി പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യാഹു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ടറിയിൽ നിന്ന് എടുത്തിട്ട് ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് പെട്ടെന്ന് മാറുന്നത്. അത് ടെക്സ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരാളൊരു കീവേഡ് സെർച്ച് ചെയ്യുന്നു, ആ കീവേഡ് എവിടെ ഉണ്ട് എന്ന് പോയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാണ് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ചിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അത് വന്നപ്പോൾ ഗൂഗിള് പെട്ടെന്ന് അങ്ങ് കയറി. അതായത് യാഹുവിനെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ ഒരു ഡൊമിനൻസ് തുടങ്ങുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ചിലാണ്. അവരവിടെ നിന്നാണ് അവരുടെ ഒരു ഡൊമിനൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്ക് ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിലെ ജയൻസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക്, ആമസോൺ, ഗൂഗിൾ, ഇവർ ഈ പറഞ്ഞ ഏറ്റവും ഗ്രാവിറ്റിയുള്ള ഒരു ഓൺലൈൻ ഇതാണ്. കമ്പനീസ് തന്നെ വിളിക്കാം, കമ്പനി എന്ന് അവർ വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സൗരയൂഥത്തിൽ സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ വലിയ ഒരു പവർ ആണ്. അതുപോലെയാണ് ഈ ഓൺലൈനിൽ ഗൂഗിൾ എന്ന് പറയുന്നത് അത്രയും പവറുള്ള, അത്രയും ഗ്രാവിറ്റിയുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. അതിനെ ഈ പറഞ്ഞ ഇപ്പോൾ ChatGPT വന്നു, അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി വന്നു ഒക്കെ പറഞ്ഞാലും ബീറ്റ് ചെയ്യുന്നത് എളുപ്പമൊന്നുമല്ല. പക്ഷെ അതിലേക്കൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സെർച്ച് അങ്ങനെയാണ് വരുന്നത്, ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരാളൊരു ടെക്സ്റ്റ് കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കീവേഡ് എവിടെ ഉണ്ടെന്ന് പോയി നോക്കും, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു ചെറിയ പ്രശ്നം, ഇപ്പം നമ്മളോട് ഒരാൾ പറഞ്ഞു ഇന്ന നാട്ടിൽ ഒരാളുണ്ട്, അയാളെ പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആ പേര് ചോദിച്ച് പോകും. ഈ പേരിൽ ഇയാൾ ആരാണെന്നോ എന്താണെന്നോ ഇയാളുടെ സ്വഭാവം എന്താണെന്നോ ഒന്നും ചിന്തിക്കില്ല. ഈ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചുകൊണ്ടെന്ന് കാണിക്കും. ചിലപ്പോൾ അവനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അവരനായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലേ യഥാർത്ഥത്തിൽ? അപ്പോൾ ശരിക്കും ആളുകൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ, ക്വാളിറ്റി ഇല്ലാത്ത റിസൾട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, കീവേഡ് ബേസ്ഡ് ആണ്. ഏതെങ്കിലുമൊക്കെ റിസൾട്ടുകൾ കിട്ടും, കാരണം കീവേഡ് മാച്ച് ചെയ്ത് എഴുതിയാൽ മതി. അന്ന് ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ വേർഡ്പ്രസ്സിലൊക്കെ വൈറ്റ് സ്പേസ് ഇല്ലേ, ഈ വൈറ്റ് സ്പേസിനകത്തൊക്കെ കീവേഡ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കും വൈറ്റ് ലെറ്ററിൽ. അപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല, പക്ഷെ സെർച്ച് എഞ്ചിന് വായിക്കാൻ പറ്റും. വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കും. അത്തരം വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി ഒരു ആയുർവേദിക് വെൽനസ് സെൻറ്റർ തിരുവനന്തപുരത്ത് നടത്തിയിരുന്ന ആളാണ്.
പുള്ളി ഈ രീതിയിലൊരു നന്നായിട്ട് ആ കാലഘട്ടത്തിൽ SEO ചെയ്തിരുന്ന ഒരാളാണ്. കോടികളുടെ ബിസിനസ് ഉണ്ടാക്കി. പക്ഷേ ഗൂഗിൾ മാറിയപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പുതിയ അൽഗോരിതത്തിലേക്ക് വന്നപ്പോഴേക്ക് മാറിപ്പോയി. ഗൂഗിൾ എങ്ങനെയാണ് പിന്നെ പുതിയതിലേക്ക് വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ അയാൾക്ക് കുറേയും കൂടെ കോൺടാക്സ്റ്റുകൾ കൊടുക്കും. ഇപ്പം ഞാനിപ്പോൾ ഫാസിലിനെ അന്വേഷിച്ചിട്ട് മലപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അദ്ദേഹം അവിടെ പെരിന്തൽമണ്ണയിൽ അഡോക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് റൈസ്. പിന്നെ അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞ പോലെ ഡെക്സ്റ്റാ എന്നൊരു അക്കാദമി കൂടിയുണ്ട്. ഇങ്ങനെ ഞാൻ കുറേയധികം സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അഥവാ ഒരു ഫാസിൽ എന്ന് പറഞ്ഞ് വേറെ ആളുണ്ടെങ്കിൽ പോലും അയാളല്ല ഇത്, കാരണം ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഈ രീതിയിലേക്ക് മാറി. അപ്പോൾ ഇത്തരത്തിൽ മീനിങ്, ടെക്സ്റ്റ് മാത്രമല്ല മീനിങ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അയാൾ എന്താ ഉദ്ദേശിച്ചത്, ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ റിസൾട്ടിൽ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നു. ഇതൊരു 2013 വരുന്നത്. അതിനെയാണ് സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്നത്. അത് പിന്നീട് ആ സെമാൻറ്റിക് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ SEO ചെയ്യുന്ന ആ പ്രാക്ടീസിനെ സെമാൻറ്റിക് SEO എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിപ്പോൾ പോപ്പുലറാണ്. സെമാൻറ്റിക് SEO കീവേഡ് അല്ല, മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നീട് ഈ പറയുന്നതുപോലെ അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ടേക്ക് പോയി. സെമാൻറ്റിക്കിൽ ഈ പറഞ്ഞ പോലെ പേജുകൾ റാങ്ക് ചെയ്ത് കാണിക്കുന്ന അവിടെ നിന്ന് പിന്നീട് ഗൂഗിള്, നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുന്നു, എനിക്ക് പിന്നെന്താ പറയുക, ഇന്നൊരു അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിൽ ഒരാളുടെ റോൾ, ഇപ്പം ഭഗത് സിംഗ് ആണെന്നായിരിക്കാം. ഭഗത് സിംഗിൻ്റെ ജനിച്ച ദിവസം എപ്പോഴാണെന്ന് അറിയണം. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ടാ ഇതിനകത്തുണ്ട്, അയാൾ ജനിച്ച ദിവസം ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് മൊത്തം വായിച്ചു നോക്കണ്ടേ? അത് അത്രയും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവിടെ നിന്നാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ സ്നിപ്പറ്റ് ആൻസേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഗൂഗിൾ വരുന്നത്. അതായത് ഗൂഗിള് നോളജ് ഗ്രാഫ് എന്ന് പറയുന്നൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള യുണീക്കായിട്ടുള്ള എല്ലാ സംഭവത്തിനെയും ഒരു സ്ഥലത്ത് അടുക്കി വെക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഓരോ ആളുകൾ ഇപ്പോൾ റൈസിനെ ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന റൈസ്. വേറെ റൈസ് ഉണ്ട് എനിക്കറിയാവുന്നത്. പക്ഷേ അഡോക്സ് എന്ന് പറഞ്ഞൊരു ഞാൻ കണക്ഷൻ ഉണ്ടാക്കി, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ട് റിലേഷൻ ഉണ്ടാക്കി. അതിൽ തന്നെ റൈസിൻ്റെ ഒരു ഫ്രണ്ടാണ് ഫാസിൽ ഉമർ. ഇങ്ങനെ കണക്ഷൻസ് ബിൽഡ് ചെയ്തു. അപ്പോൾ റൈസ് ഒരു എൻറ്റിറ്റിയാണ്. റൈസിന് ചുറ്റുമുള്ളതൊക്കെ റിലേറ്റഡ് എൻറ്റിറ്റീസ് ആണ്. റൈസിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണ്, താടി വെച്ചിട്ടാണ്, അത്യാവശ്യം നന്നായിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉള്ള ഒരാൾ മാത്രം യുണീക്കായിരിക്കും. അതുപോലെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ, പെരിന്തൽമണ്ണ ഒന്നേ ഉള്ളൂ. അങ്ങനെ ഈ ലോകത്ത് യുണീക്കായിട്ടുള്ള എല്ലാത്തിനെയും എൻറ്റിറ്റി എന്ന് വിളിക്കാം. ഈ എൻറ്റിറ്റീസിനെല്ലാം കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇതിനെ തമ്മിൽ റിലേഷൻ ബിൽഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ അത്. അപ്പോൾ ഈ നോളജ് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഗൂഗിളിന് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ ഹൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും. പക്ഷെ വേറെ പുറത്തുള്ള ഒരാളുടെ, ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള തന്നെയാണെന്ന് വിചാരിക്കാം, പിണറായി വിജയൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ നോക്കണ്ടേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്ന വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഒരു എൻറ്റിറ്റി ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ സംഭവങ്ങളൊക്കെ തലച്ചോറിൽ. അപ്പോൾ നമ്മുടെ നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ്, അവിടെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്വിക്കായിട്ട് വൺ വേർഡ് ആൻസർ കൊടുക്കും. പക്ഷേ ആദ്യകാലത്ത് അത് പറ്റില്ലായിരുന്നു. കീവേഡ് വെച്ചിട്ടുള്ളൊരു സംഭവം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം, മൊബൈൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് മമ്മൂട്ടി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പണ്ടാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജാണ് കാണിച്ചു തരിക. ഇപ്പോൾ കാണുന്നില്ലേ 7 സെപ്റ്റംബർ 1951 കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 7 സെപ്റ്റംബർ. ഇതൊക്കെ ഗൂഗിളിൽ എങ്ങനെ പോസിബിൾ ആകുന്ന വെച്ചാൽ, സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഗൂഗിൾ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി. മമ്മൂട്ടി, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, സിബ്ലിങ്സ്, ഈ രീതിയിലേക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് നോക്കിയാൽ മതി, വേറെ ടെക്സ്റ്റുകളൊന്നും അന്വേഷിച്ച് പോകണ്ട. അപ്പം ദുൽഖർ സൽമാൻ ആരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഹൂ ഈസ് ദുൽഖർ സൽമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആൻസർ വരും, മമ്മൂട്ടി സൺ.
എന്ന് പറഞ്ഞിട്ട് വരും. എന്തുകൊണ്ടാണ്? ആ ഫാമിലി ട്രീ അവിടെ ഗൂഗിളിന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുറേ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പിന്നെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്നയാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ മൂത്തപ്പയുടെ മോനാണ് എന്ന് കറക്റ്റ് പറയാൻ പറ്റുമല്ലോ. ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നോളജ് ഗ്രാഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഗൂഗിൾ നോളജ് ഗ്രാഫ് ഉണ്ടാക്കി. ഗൂഗിളിൽ മാത്രമല്ല പല കമ്പനികൾക്കും നോളജ് ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഇതാണ് സെർച്ചിന്റെ റെവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാസേജ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന സംവിധാനം വന്നു. അതായത് ചില ചോദ്യങ്ങൾക്ക് ഒരു പേജ് ആൻസർ കാണിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അയാൾ ആവശ്യപ്പെടുന്ന ഒരു ഭാഗം മാത്രം കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ പെരിന്തൽമണ്ണയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കുകയാണ് പെരിന്തൽമണ്ണയിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പോൾ പുള്ളി മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? പകരം ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി അങ്ങാടിപ്പുറത്തെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാവും, അതുകൂടെ കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എത്തി എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഇതുപോലെ വളരെ ക്വിക്കായിട്ട് ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് പാസേജ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ ഇതെല്ലാം ഗൂഗിളിന് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ അൽഗോരിതങ്ങൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ ഇത് വന്നു 2017 കഴിഞ്ഞപ്പോഴേക്ക് പാസേജ് ഇൻഡെക്സിംഗ് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 2018 സെർച്ചിൽ വലിയൊരു മാറ്റം വീണ്ടും വന്നു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ലാണ്. എന്താണെന്ന് വെച്ചാൽ അതുവരെ എല്ലാവർക്കും എന്തിനെ പറ്റിയിട്ട് എഴുതായിരുന്നു. അതായത് ഇപ്പോൾ അഡോക്സ് ഡിജിറ്റലിൻ്റെ ഒരു വെബ്സൈറ്റ്, അതിനകത്ത് COVID-19 കുറിച്ചൊക്കെ ബ്ലോഗുകൾ എഴുതായിരുന്നു പഴയ കാലഘട്ടത്തിൽ. കാരണം ട്രാഫിക് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ അവിടെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അഡോക്സ് എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇപ്പോൾ വരുന്നൊരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ടൈസൻസ് ഉണ്ടോ ഇവിടെയുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടുകൾക്കോ? ഇല്ലല്ലോ. അത് പറയേണ്ടത് ആരാ? ഡോക്ടേഴ്സ് തന്നെ. അപ്പൊ 2018 ഗൂഗിൾ മെഡിക് എന്ന് പറഞ്ഞിട്ട് മെഡിക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. YMYL, യുവർ മണി യുവർ ലൈഫ് എന്നുള്ളത്. അതായത് നമ്മുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന വെബ്സൈറ്റുകളിൽ കണ്ടന്റ് എഴുതുന്നത് അതാത് ഫീൽഡുകളിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ മാത്രമായിരിക്കണം. ഇതൊക്കെ ഗൂഗിൾ അൽഗോരിതമിക്കലി കണ്ടുപിടിക്കുക. അതായത് അൽഗോരിതം വെച്ചിട്ട്, മാനുവലി അല്ല, അൽഗോരിതം വെച്ചിട്ട് കണ്ടുപിടിക്കും. അതിനെയാണ് YMYL അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അന്ന് ഈ അൽഗോരിതം അപ്ഡേറ്റ് വന്ന ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞിട്ടറിയാം, ഒറ്റ രാത്രി കൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ട്രാഫിക് ഉണ്ടായിരുന്ന വെബ്സൈറ്റുകളെല്ലാം തകർന്നുപോയി. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട അത്തരം വെബ്സൈറ്റുകൾ മാത്രം റാങ്ക് ചെയ്ത് വന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു, അതിൻ്റെ ചികിത്സ അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും കയറിയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ പറയുന്ന പോലെ കരിഞ്ചീരകം കലക്കി കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വടിയായി പോകും. അപ്പോൾ അതുപോലുള്ള ഇൻഫർമേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് ഗൂഗിൾ എടുത്തുകൊണ്ടുവന്ന ഏറ്റവും വലിയ ഇതായിരുന്നു അത്. പിന്നീട് ഗൂഗിൾ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈറ്റ് എന്നുള്ളൊരു ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു. ഈറ്റ്, എക്സ്പീരിയൻസ്, അതോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്, ഈ ഒരു സംഭവം കൊണ്ടുവന്നു. ഇതുണ്ടെങ്കിൽ മാത്രമേ YMYL കാറ്റഗറിയിലുള്ള വെബ്സൈറ്റുകളെ റാങ്ക് ചെയ്യാനായിട്ട് പരിഗണിക്കും. ഗൂഗിളിന് പിന്നെ 2022 ആയപ്പോൾ അറിയായിരുന്നു ChatGPT OpenAI എന്നുള്ള പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒരുപാട് കണ്ടന്റുകൾ ഇന്റർനെറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കണ്ടന്റിന്റെ ഒരു കടലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. അപ്പൊ നല്ല കണ്ടന്റ് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ ഗൂഗിൾ തന്നെ വിശേഷിപ്പിക്കുന്ന സീ ഓഫ് സെയിംനെസ് ആണ്. അതായത് ഒരേ കടൽ എന്ന് പറയാം, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലുള്ള കണ്ടന്റ്. ഒരു സിനിമയുണ്ട്, പട്ടണപ്രവേശ നാടോടിക്കാറ്റ്, നിങ്ങൾ ക്ലിപ്പിംഗ്സ് കണ്ടു കാണാം. ശ്രീനിവാസനും തിലകനും ഒരു സൈക്കിളിൽ പോകുമ്പോൾ എൻ്റെ ശബ്ദവും ചേട്ടന്റെ ശബ്ദവും എന്താ ഒരുപോലെയാണ് കേൾക്കുന്നത്. അപ്പൊ ലോകത്തുള്ള എല്ലാ കണ്ടന്റും ഒരുപോലെ ഇരിക്കും. അപ്പൊ എല്ലാവരുടെ ശബ്ദം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ എല്ലാവരും ഒരേപോലെ സംസാരിക്കുന്നു. ഭയങ്കര മോണോട്ടോണസ് അല്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിള് ഒരു കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള കണ്ടന്റുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കും. എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തനം, ഈറ്റ് എന്നുള്ളൊരു ഫ്രെയിംവർക്ക് അവർ കൊണ്ടുവന്നു. അതിപ്പോഴും ഏറ്റവും റെലവൻ്റ് ആണ്. അത് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ ഒരു ഗൂഗിളിന്റെ വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് കുറേ ഉണ്ട്, ഞാൻ എല്ലാം ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചുരുക്കി പറഞ്ഞതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം കാണുന്നത് പോലെ AI സെർച്ച് വന്നു. ഗൂഗിളിൽ നേരത്തെ തന്നെ AI എന്ന് പറയുന്ന സംവിധാനം ഗൂഗിൾ അവരുടെ സെർച്ചിൽ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, പിന്നെ മെഷീൻ ലേണിങ്, ഇതൊക്കെ വളരെ ഇതായിട്ട് ഗൂഗിൾ നേരത്തെ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്നലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇത്രയധികം വണ്ടികൾ വന്നു ബ്ലോക്ക് ഉണ്ടായി.
അത്രയും ഡാറ്റ വെച്ചിട്ട് ഗൂഗിൾ പ്രഡിക്റ്റ് ചെയ്യും നാളെ അവിടെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എവിടെ? പല സ്ഥലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ വണ്ടികൾ പോകുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അരമണിക്കൂർ കഴിയുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഗൂഗിളിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഡാറ്റ സയൻസിന്റെ ഒരു ഇതാണ്. അതിന്റെ ഇതോടുകൂടി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പ്രൊഡിക്ഷൻ ഈ പറയുന്ന പോലെ നേരത്തെ മുതലേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ AI വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഗൂഗിൾ എന്നിട്ടും ഈ പഴയ രീതിയിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് 10 വെബ്സൈറ്റുകൾ, ബ്ലൂ ലിങ്കുകൾ എന്ന് പറയും, അതിങ്ങനെ കാണിച്ചുകൊണ്ട് ഇരുന്നതെന്ന് വെച്ചാൽ ChatGPT പോലെ ഉത്തരങ്ങൾ തരാതെ പിന്നെ നമുക്ക് വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ അത് ഗൂഗിളിന് അറിയാത്തതുകൊണ്ടല്ല. ഗൂഗിളിന്റെ ബിസിനസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ഓടിക്കുന്നതല്ലേ, ഗൂഗിളിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ആഡ്സ് ആണ്. ഏറ്റവും വലിയ പ്രോഫിറ്റ് ആഡ്സ് ആണ് അവരുടെ. അപ്പൊ ആ ആഡ്സ് കാണിക്കാൻ അവർക്കൊരു പ്ലേസ്മെന്റ് വേണം. അപ്പൊ എവിടെയൊക്കെ കാണിക്കാം? വെബ്സൈറ്റുകളിലാണ് അവർ മെയിനായിട്ട് ആഡ്സ് കാണിക്കുന്നത്. പബ്ലിഷേഴ്സ്, അതിനകത്താണ് അവർ ഡിസ്പ്ലേ ആഡുകൾ കാണിക്കുന്നത്. പിന്നെ യൂട്യൂബ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സെർച്ചിൽ നമ്മൾ 4 ആഡുകൾ മുകളിൽ കാണിക്കും, ചിലപ്പോൾ താഴെ കാണിക്കും. അപ്പൊ ഈ രീതിയിലാണ് അവരുടെ ഇത്. പക്ഷെ അവരുടെ റവന്യൂ മോഡൽ അവർ തകർക്കാനായിട്ട് ശ്രമിക്കില്ലല്ലോ. പക്ഷെ ChatGPT, ഈ പറഞ്ഞ പോലെ പെർപ്ലെക്സിറ്റി, ക്ലൗഡ്, ഇതൊക്കെ വന്നപ്പോഴേക്ക് ആ ഷിഫ്റ്റിലേക്ക് പെട്ടെന്ന് അവർക്ക് മാറേണ്ടി വന്നു. അതാണ് ചെയ്തു വന്ന ആളുകൾ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ സ്ഥലത്ത് നിന്നാണ്, നിങ്ങളുടെ കൂടെ തന്നെയാണ് അവരും ഇനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? ആ 25 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മറികടക്കാൻ പറ്റും. ഇനിയുള്ള കമ്പനികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് AI ടൂൾ ഉപയോഗിക്കാൻ അറിയാമോ എന്നായിരിക്കും ചോദിക്കാം. 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നലെ വന്ന നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടോ, അവിടെ ടെക്നോളജി വളർന്നപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സെർച്ചിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ AI ആണ് അങ്ങോട്ട്, അതിൽ ഇനി നമുക്ക് ആർക്കും സംശയമില്ല. ഓക്കെ, അപ്പോ ശരിക്കും ഇനി SEO പ്രസക്തി ഉണ്ടോ? ഇനി ഉള്ള ഒരു AI ഏറയില് പ്രസക്തി ഉണ്ടോ? അതോ GPT പോലത്തെ പ്ലാറ്റ്ഫോംസുകളിൽ SEO അല്ലാതെ വേറെ എന്തെങ്കിലും കടന്നു വരുമോ? എന്തായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു സംഭവത്തിൽ ഇതിന്റെ ഒരു പ്രസക്തി? SEO ഉണ്ടാവും. SEO തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ SEOയുടെ രൂപവും ഭാവവും കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 25 വർഷമായിട്ട് 4 നൂറ്റാണ്ട് കാലം SEO മാറാതിരുന്നു. ഇതേ രീതിയിലാണ് പോയത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, 25 വർഷം മുമ്പുള്ള മിക്ക സംഭവങ്ങളും മാറിയിട്ടുണ്ട്. മാറാതിരുന്ന ഇതുപോലുള്ള ചില സംഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മാറേണ്ട അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ആരാണ് ക്വിക്കായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേജ് മൊത്തം വായിച്ചു നോക്കാൻ ആരാ ഇഷ്ടപ്പെടുന്നത്? ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് മാറിയേ പറ്റൂ. മാറുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് മാറണം, നമ്മൾ സെർച്ച് ചെയ്യുന്ന രീതി മാറും, കീവേഡുകൾ എന്നുള്ള സമ്പ്രദായം മരിക്കും, ഒരു പരിധിവരെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് SEO പോയിക്കൊണ്ടിരിക്കും. പക്ഷെ SEO ഉണ്ടാവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യൻ സെർച്ച് ചെയ്തിട്ടാണ് എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അത് ഇനി കൂടുകയുള്ളൂ. കാരണം ആളുകൾക്ക് ഈ പറയുന്നതുപോലെ വോയിസ് സെർച്ച്, ഇമേജ് സെർച്ച്, അതുപോലെ തന്നെ നമുക്കിനി നിങ്ങൾക്കറിയാം മെറ്റയൊക്കെ ഒരു റെയ്ബൻ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നു, കണ്ടില്ലേ? അപ്പൊ അതൊക്കെ വന്ന സമയത്തേക്ക് നമുക്ക് ജസ്റ്റ് കാണുന്നൊരു സംഭവത്തിനെ നമുക്ക് നോക്കാനായിട്ട് ഇമേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ ബാക്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ സെർച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ പിന്നിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ലോകത്തിൽ AI എത്ര വികസിച്ചു കഴിഞ്ഞാലും അതിന് സ്വന്തമായിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെ എടുക്കാനായിട്ട് പറ്റില്ല. അത് ഇലോൺ മസ്കിന്റെ ഒരു ചിപ്പ് ഉണ്ട്. ആ ചിപ്പ് വന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് മാത്രമേ അറിയൂ. പക്ഷെ അല്ലാതെ ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കാം, എത്ര സാറ്റലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാലും ആ ദുരന്തം നടത്തുന്ന സ്ഥലത്ത് അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എടുക്കാൻ സാറ്റലൈറ്റിന് പറ്റില്ല. അതിന് ഫോട്ടോ എടുക്കാനേ പറ്റും. എത്ര റഡാർ ഉണ്ടായാലും പറ്റില്ല. അപ്പോൾ കണ്ടിട്ടില്ലേ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പോയിട്ട് അവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നടന്നത്, എത്ര പേര് മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഒരു അസുഖങ്ങൾ വന്നു, ഇതിന്റെ ലക്ഷണങ്ങൾ, പുതിയ ഒരു അസുഖങ്ങൾ വന്നു, ഇതിന്റെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ ഇത് എല്ലാവരിലും എങ്ങനെയെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ആശാ വർക്കർമാരൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ, വീടുകളിലൊക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യും, ആ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പോകും. അപ്പൊ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ
ഏറ്റവും ബേസ് സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്റർനെറ്റിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉള്ളിടത്തോളം കാലം ഈ SEO എന്നുള്ളൊരു പരിപാടി ഉണ്ടാവും. കാരണം സെർച്ച് എഞ്ചിനുകൾക്ക് വിവരങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല, അതിനെ കൊടുക്കാനായിട്ട് ഒരാളുകൾ എപ്പോഴും വേണം. ഗൂഗിളിന്റെ ഒരു മോട്ടോ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ വിവരങ്ങളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് റെഡിയായി കൊടുക്കുക. അതാണ് അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ വിവരങ്ങൾ വെറുതെ അവർക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പണ്ട് പറഞ്ഞു കേട്ടൊരു കാര്യം ഉണ്ടെന്നായിരിക്കാം, പറഞ്ഞു കേട്ട കഥകളൊക്കെ ഉണ്ടെന്നായിരിക്കാം. ഈ കഥകളെ പറ്റിയിട്ട് ആളുകൾ സെർച്ച് ചെയ്യണം. ഇത് ഗൂഗിളിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫോക്ലോറാണ്. ഫോക്ലോർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതായത് പണ്ട് നമ്മൾ പറഞ്ഞു കേട്ട കഥകളൊക്കെ. ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പച്ചമരുന്നുകൾ അറിയാവുന്ന ആളുകൾ ഉണ്ടാവും, പാചക രീതികൾ അറിയാവുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഒരാൾ നോക്കുകയാണ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിഷിന്റെ പാചകം അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് ഗൂഗിളിനോട്. ഗൂഗിളിന് തനിയെ ഇത് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് കൊടുക്കാൻ ആളുകൾ വേണം. വെബ്സൈറ്റ് വഴിയായോ അല്ലെങ്കിൽ കണ്ടന്റ് ഈ യൂട്യൂബ് വഴിയായോ ഇൻസ്റ്റഗ്രാം വഴിയായോ ഷോർട്ട് റീൽ വഴിയായിട്ടോ ഈ പറഞ്ഞ പോലെ സെർച്ചിലേക്ക് ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം. അതുകൊണ്ട് തന്നെ SEO ഉണ്ടാവും, സെർച്ച് ഉണ്ടാവും, പക്ഷെ സെർച്ച് എന്നുള്ള കൺസെപ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ വെബ്സൈറ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? വെബ്സൈറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടോ സാധ്യതയുണ്ടോ? അപ്പോൾ നമ്മളെ GPT പോലത്തെ സെർച്ചിലേക്ക് ഫുൾ ഡാറ്റ വരുന്നു, GPT ബാക്കിൽ എന്തെങ്കിലും അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു, അങ്ങോട്ട് വരുന്നു, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? ഇനി അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ കഴിയുമോ? നിലവിൽ ഒരു എന്താ പറയുക, സമീപ ഭാവിയിലൊന്നും ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ വെബ്സൈറ്റിന്റെ രൂപവും ഭാവവും ഒക്കെ മാറും. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കുറച്ചുകൂടി ഈ അനാലിറ്റിക്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ സെർച്ച് കൺസോളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇംപ്രഷൻ കാണിക്കും, ട്രാഫിക് ഒക്കെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ AI ഓവർവ്യൂലൊക്കെ നമ്മൾ റിസൾട്ട് കാണിക്കുന്നുണ്ടാവും, ആളുകൾ പക്ഷെ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവില്ല. സ്വാഭാവികമാണ്. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്. ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ആളുകൾ വരിക എന്നുള്ളതല്ല, സെർച്ച് എവരിവെയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ കുറിച്ചിട്ടുള്ള റീല് കണ്ടു, എവിടെയെങ്കിലും നമ്മളുടെ ബ്രാൻഡ് നെയിം കണ്ടു, നമ്മളെ പല സ്ഥലങ്ങളിൽ കണ്ട് പരിചയപ്പെട്ട ഒരാള് നമ്മളെ സെർച്ച് ചെയ്ത് വരുന്ന ക്വാളിറ്റിയുള്ള ട്രാഫിക്കുകൾ മാത്രമേ ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് കിട്ടൂ. അങ്ങനെ ഒരു സംഭവമാണ്. നമ്മുടെ വെബ്സൈറ്റിൽ അങ്ങനെ കിട്ടും. അനാവശ്യമായ ട്രാഫിക്കുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇനി വരില്ല. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്, അത് നല്ലതുമാണ്. പിന്നെ മൾട്ടി മോഡൽ സെർച്ച് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് ഈ പറയുന്ന എന്താ പറയാ ജനറേറ്റീവ് എഞ്ചിൻസ് എല്ലാം മാറി. അതായത് വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രമല്ല ഡാറ്റ എടുക്കുക, അവർ ഷോർട്ട് റീലുകളിൽ നിന്ന് എടുക്കും, ഷോർട്ട് വീഡിയോസിൽ നിന്ന് എടുക്കും, പിന്നെ യൂട്യൂബ് റീലിൽ നിന്ന് എടുക്കും, പോഡ്കാസ്റ്റുകളിൽ നിന്ന് എടുക്കും, കമന്റ് സെക്ഷനിൽ നിന്ന് എടുക്കും, എവിടെ ഇന്റർനെറ്റിലെ എല്ലാ സ്ഥലത്തു നിന്നും എടുക്കും. അപ്പോൾ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് സെർച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം, ആ കമ്പനിയുടെ പ്രസൻസ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇനി സെർച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റിന് മാത്രമല്ല റോൾ ഉണ്ടാവുക, നമ്മുടെ കമ്പനിയുടെ എല്ലാ അസറ്റ്സിലും, എല്ലാ ഓൺലൈൻ ഇന്റർനെറ്റ് ഹാൻഡിലുകൾക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും. ഒപ്റ്റിമൈസേഷൻ എന്നുള്ള വാക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് ഞാൻ അതിനെ കുറിച്ച് പറയാം. ഓക്കെ. ഇപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ജനറേറ്റീവ് എഞ്ചിനിൽ ഒരു ടോപ്പിക് ചോദിക്കുന്നു, അവർ വെബ്സൈറ്റിൽ ക്രോൾ ചെയ്ത് ഡാറ്റ എടുത്ത് കാണിക്കുന്നു എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ശരിക്കും അതിന്റെ ബാക്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വെബ്സൈറ്റുകളിൽ നിന്ന്, ഇപ്പോൾ ഒരു 10 വെബ്സൈറ്റിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുന്നുണ്ടാവുക, അതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ശരിക്കും ഉണ്ടാവുക? അത് ഞാനൊരു 2 രീതിയിൽ പറയാം കേട്ടോ. ഒന്ന് ആദ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. നിങ്ങളിപ്പോൾ ഒരു നാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു ഇവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അതായത് ചോദിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് ചോദിക്കുന്നതെങ്കിൽ നല്ലൊരു റിസൾട്ട് കൊടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും, അല്ലേ? അതെന്തുകൊണ്ടാണ്? അറിയാവുന്നതായതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ കുട്ടിക്ക് പിന്നെ ഒരു 2 ആഴ്ചയായിട്ട് പല്ലുവേദനയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ദന്തൽ ഹോസ്പിറ്റൽ അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ നിങ്ങൾ 2 കാര്യം നോക്കി, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അയ്യോ ആ ഹോസ്പിറ്റലിനെ പറ്റിയില്ലേ കഴിഞ്ഞ ദിവസം വേറൊരാള് മോശം പറഞ്ഞത്. അപ്പോൾ വേറെ ഹോസ്പിറ്റല് വേറെ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളോട് ചോദിച്ചു നോക്കാം, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്, നമുക്ക് ഇത്രയും അറിവുള്ളൂ, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന വേറൊരാളുണ്ട്, അയാളോട് ചോദിച്ചു നോക്കാം.
അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇതിനെപ്പറ്റി എക്സ്പെർട്ടാണ്, അയാൾ മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ അയാൾ പറയുന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നല്ല റിവ്യൂ ഉണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്, അവരുടെ പിന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം പോയി നോക്കുന്നു, അവിടെയൊക്കെ അപ്പോൾ ഇവർക്ക് നല്ല ബ്രാൻഡ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇയാൾ പറഞ്ഞ ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, ഈ ഡീറ്റെയിൽസ് ഇതെല്ലാം എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണോ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഉത്തരത്തിലേക്ക് എത്തും അല്ലേ? ഈ ഉത്തരത്തിലേക്ക് എത്തിയിട്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുക. എക്സാക്ട് പ്രോസസ്സാണ് ജനറേറ്റീവ് എഞ്ചിൻ ചെയ്യുന്നത്. ഇതിന് ടെക്നിക്കൽ ടേം വരുന്നത് മാത്രമേ ഉള്ളൂ. ആ ടെക്നിക്കൽ ടേമിലേക്ക് ഞാൻ വിശദീകരിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജനറേറ്റീവ് എഞ്ചിനോട് ചോദിക്കുന്നു, ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നു. ജെമിനിയോട് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് നടക്കുന്നത് ക്വയറി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് ക്വയറി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യം അത് മനസ്സിലാക്കുക. നമ്മളും ശരിക്കും പറഞ്ഞ ഒരാൾ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്ക് ചെറിയ കുട്ടിയാണ്, 2-3 ദിവസമായിട്ട് പല്ലുവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ ക്വയറിയെ മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കും. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ എനർജി കൺസപ്ഷൻ ഒക്കെ തലച്ചോറിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഇതേപോലെ ഈ ക്വയറി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണ് ഇയാൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം റിട്രീവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റിട്രീവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അന്വേഷിച്ചു പോയില്ലേ ഇവിടെ അടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റലാണ് നല്ലതെന്നുള്ളത്, അതേപോലെ ഇത് അതിൻ്റെ ട്രെയിനിങ് ഡാറ്റ. ഇപ്പോൾ ചാറ്റ് ജിപിടി ആണെങ്കിൽ അതിന് ട്രെയിനിങ്ങിന് കുറേ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനറിയാവുന്ന ഡാറ്റകൾ വെച്ചിട്ട് അത് നോക്കും എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇനി ചാറ്റ് ജിപിടിയുടെയും ചില ജനറേറ്റീവ് എഞ്ചിൻ്റെയൊക്കെ ഒരു പ്രശ്നം, അത് ചിലപ്പോൾ 2024 വരെയുള്ള ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടായിരിക്കും ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പുതിയൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അറിയാവുന്ന ആളോട് ചോദിച്ചില്ലേ, അതേപോലെ അത് എക്സ്റ്റേണൽ ഫോഴ്സിലേക്ക് പോകും. അതിനെയാണ് റാഗ് എന്ന് വിളിക്കുക, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്വയറി അണ്ടർസ്റ്റാൻഡിങ്, രണ്ടാമത്തെ റിട്രീവൽ, മൂന്നാമത്തേത് ഗ്രൗണ്ടിങ് എന്നാണ് വിളിക്കുക. ഈ ഗ്രൗണ്ടിങ്ങിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് റാഗ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ റാഗിനെ അന്വേഷിച്ച് പോകുന്ന ഒരു പരിപാടിയാണ് റാഗ്, ഈ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു റിയൽ സോഴ്സിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം, അതാണ് ഗ്രൗണ്ടിങ്. അപ്പോൾ ഈ റാഗ്, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ എക്സ്റ്റേണൽ സോഴ്സിലുള്ള വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ കണ്ടുപിടിച്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ഇതൊക്കെയാണ് വെബ്സൈറ്റ്, ഇതിനകത്ത് നിന്ന് ആൻസർ എടുത്തോ എന്ന് പറയാൻ എന്താ ചെയ്യാം? ഇയാൾ എന്താണോ ചോദിച്ചത് അത് വീണ്ടും മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ ഉത്തരവുള്ളത് ഏതാണ് എന്ന് നോക്കും. ചിലത് ഇയാൾ നിൽക്കുന്ന സ്ഥലത്തിനും ദൂരെ ആയിരിക്കും. അപ്പോൾ ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അമേരിക്ക പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ചാറ്റ് ജിപിടിക്കൊക്കെ ആ കോമൺ സെൻസ് ഉണ്ട്, ജെമിനിക്കും ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ റാങ്കിങ് സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ ഇത് അടുത്ത പ്രോസസ്സാണ് റാങ്കിങ് ആൻഡ് ഫിൽട്ടറിങ് എന്ന് പറയുന്നത്. ഈ റാങ്കിങ്, ഈ റിട്രീവൽ കഴിഞ്ഞതിന് ശേഷം റാങ്കിൽ പോയതിന് ശേഷം റാങ്കിങ് ആൻഡ് ഫിൽട്ടറിങ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അൺവാണ്ടഡ് ആയത്, ലോ ക്വാളിറ്റി ഇൻഫർമേഷൻ ഉള്ളത്, പിന്നെ മിസ് ഇൻഫർമേഷൻ ഉള്ളത്, ഇതിനെല്ലാം എടുത്തും കളഞ്ഞതിന് ശേഷം പിന്നെയുള്ളതാണ് സിന്തസൈസ് എന്ന് പറയുന്നത്. സിന്തസൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്ന എല്ലാ ഡാറ്റയും വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ പറയില്ലേ സമന്വയിപ്പിക്കാന്ന്, എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അവർക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനെ ഉണ്ടാക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ചോദ്യം തന്നെ 2-3 രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന രീതി വ്യത്യാസമുണ്ടാവും. അപ്പോൾ ചോദിക്കുന്ന രീതിക്കനുസരിച്ചിട്ട് ഉത്തരം നമുക്ക് അങ്ങനെ രീതിയുണ്ട്. ഒരാൾ നമ്മളോട് പിന്നെ കൊളോക്കിയലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ സംസാരിക്കും. ഹായ് ബ്രോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ പറയും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് സംസാരിച്ചാൽ അതുപോലെ പറയും. അപ്പോൾ അതിനോട് നമ്മൾ കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ രീതിയിലേക്ക് പറയും. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ അതിനെ പറ്റി നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലേക്ക് ഈ സിന്തസൈസ് ചെയ്ത ആൻസറിനെ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. ഇതാണ് ജനറേറ്റീവ് സെർച്ച് എഞ്ചിനിൽ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ബ്രെയിനിൽ നടക്കുന്ന ഈ സംഭവത്തിനെ അവർ മിമിക് ചെയ്തിട്ട്, അതായത് അനുകരിച്ചിട്ട് അതേപോലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താണ് ഏറ്റവും ക്വാളിറ്റി റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് അല്ല, ഇത് എന്താ പറയുക, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിൽ മാത്രമാണ് ഇത് പിന്നെ ഇവർക്ക് ഉത്തരം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സിംപ്ലി നമ്മളെ ലോജിക് തന്നെ, നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതാണ് അവിടെ നടക്കുന്നത്. സോ നമുക്ക് അവിടെ റാങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന പ്രോസസ് പോലെ തന്നെ തിങ്ക് ചെയ്ത്
വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റാങ്ക് ചെയ്തെടുക്കാവുന്നതല്ലേ? ഓക്കെ. ദെൻ ഇപ്പോ ഇനിയുള്ള കാലത്തേക്ക് AI ഏജൻസിന്റെ ഒരു വരവ് കൂടിയുണ്ട്. ഓൾറെഡി GPT ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, മറ്റു പല പ്ലാറ്റ്ഫോംസുകളും AI ഏജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈറ്റ് കോൺസെപ്റ്റിൽ തന്നെ ഡെയിലി നമുക്ക് പോസ്റ്റുകൾ ഇടാം. ലൈക്ക് ഡെയിലി കോണ്ടന്റ്സുകൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും AI തന്നെ എടുത്ത് ഓട്ടോമേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ AI-യിൽ നിന്ന് കോണ്ടന്റ് എടുക്കുന്നു, നമ്മൾ വെബ്സൈറ്റിൽ ഇടുന്നു, അത് AI വീണ്ടും റാങ്ക് ചെയ്യും. അതിനെ പറ്റിയിട്ട് എന്താണ്? നമ്മൾ AI-ന്റെ ഒരു കോണ്ടന്റ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസിബിലിറ്റി ഉണ്ടോ? AI ഏജൻസി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് റാങ്കിങ് പോസിബിൾ ആവുന്നത്? പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയ ഹോട്ട് ടോപ്പിക്കുമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം കേട്ടോ. അതായത് അതിനും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് വന്നു. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് ഇപ്പോഴതെ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങളോട് പുതിയ ഒരു കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളോട് അതിനകത്ത് ആൻസർ എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ എല്ലാവരും എഴുതുന്നു, എസ് എഴുതുന്നു, അതെല്ലാവരും എഴുതുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളിപ്പോൾ ഇത്രയും പേര് എഴുതി കഴിഞ്ഞാലും ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ അതിനകത്ത് ഉണ്ടാവുക. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ അതിനകത്ത്? എല്ലാം പിന്നെ ഏകദേശം മാറിയും തിരിഞ്ഞും ഒക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പോലും ഏകദേശം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗൂഗിളിന് നേരത്തെ അറിയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിളിന് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഈറ്റ് എന്നുള്ള ആ കൺസെപ്റ്റ് കൂടെ എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവം കൂടെ ഗൂഗിൾ ആഡ് ചെയ്തത്. അപ്പോൾ ഗൂഗിളിൻ്റെ ഈ റാങ്കിങ് ഏറ്റവും വലിയൊരു റാങ്കിങ് ഫാക്ടർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ആളോട് അല്ലെങ്കിൽ ടീച്ചർ എക്സാമിൻ്റെ പേപ്പർ നോക്കുന്നു, 10 പേര് ആൻസർ എഴുതിയിട്ടുണ്ട്, എസ് എഴുതിയിട്ടുണ്ട്, ഏകദേശം എല്ലാം ഒരുപോലെയാണ്. 11ാമത്തെ ആള് എഴുതിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അയാൾ അധികം എഴുതിയിട്ടുണ്ട്. താജ്മഹലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഹുമയൂൺ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുംതാസിന്റെയും ഷാജഹാന്റെയും പ്രണയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ആഗ്ര നദിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. താജ്മഹലിന്റെ ഇപ്പോഴത്തെ സംഭവവും താജ്മഹലിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും പുതിയ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി, ഇതൊക്കെ ഒരാൾ അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് വായിക്കുമ്പോൾ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടിയില്ലേ, അതിനെ വാല്യൂ ചെയ്യും. അതാണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഗെയിൻ ഉണ്ടോ എന്ന് എപ്പോഴും നോക്കും. അപ്പോൾ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഗൂഗിള് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടന്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാട്ടിൽ എല്ലാവരും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേക്ക് ബോറടിക്കും. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേ ഡ്രസ്സ് ഇടുന്നു, എല്ലാവരും ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നു, എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ പണ്ട് കോട്ടയത്ത് ജീവിച്ച സമയത്തെ അവിടെ 2.5 വർഷം ചെയ്തത് എന്നും രാവിലെ ഇഡ്ഡലി മാത്രം കഴിക്കാൻ കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. രാവിലെ പോയ ഇഡ്ഡലി, ഉച്ചക്ക് പോയ ഇഡ്ഡലി, വൈകിട്ട് പോയ ഇഡ്ഡലി. എന്തൊരു ബോറായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുപോലെ ഇരിക്കും ഏകദേശം കണ്ടന്റുകളെല്ലാം ഇന്റർനെറ്റിൽ നമ്മൾ തനിയെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നമുക്കിത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു രോഗത്തിനെ കുറിച്ചായിരുന്നു, അതിൻ്റെ സിംറ്റം ഈ ലോകത്ത് നിങ്ങൾ എഴുതിയാലും അമേരിക്കയിലുള്ള ഡോക്ടർ എഴുതിയാലും വേറൊരാൾ എഴുതിയാലും സിംറ്റം ഒന്നും തന്നെ, അതിനെ മാറ്റാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ പെരിന്തൽമണ്ണയെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. കേരളത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ബേസിക് ആയിട്ടുള്ള 14 ജില്ലകൾക്ക് 16 ജില്ലയാക്കാൻ പറ്റില്ല, 18 ജില്ലയാക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനകത്ത് കുറെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയാം. ഈ ഡിഫറൻഷിയേഷനും ഇൻഫർമേഷൻ ഗെയിനും ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഹ്യൂമൻ ഇൻപുട്ട് വേണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് വന്നു, ChatGPT കണ്ടന്റ് റൈറ്റേഴ്സിനെ അന്വേഷിക്കുന്നതായിട്ട് കണ്ടിരുന്നോ? ഇത്രയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ChatGPT കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഹ്യൂമൻ ഇൻപുട്ടിനെ അവർ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഹ്യൂമൻ ഇൻപുട്ടിനെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം, പക്ഷെ കൃത്യമായ ഹ്യൂമൻ ഇൻപുട്ടോടുകൂടി, ഹ്യൂമൻ എഡിറ്റിങ്ങോടുകൂടി നമുക്ക് ചെയ്യാം. അതാണ് അതിനകത്തുള്ള ഒരു ഉത്തരം. ഓക്കെ. കാർത്തിക് സാറിന്റെ വർക്കിൽ ഏതെങ്കിലും AI ഏജൻസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്തിലാണ്, എങ്ങനെയാണ് വരുന്നത്? അത് എനിക്ക് ഒരു 4-5 റൈറ്റേഴ്സ് ഉണ്ട്. ഈ 5 റൈറ്റേഴ്സിൻ്റെയും ഏകദേശം ഒരു 10-15 ആർട്ടിക്കിളുകൾ, അതിൽ കൂടുതലും ഉണ്ട്. ആർട്ടിക്കിൾ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം ചെയ്തിരിക്കുന്ന 2 ഇതാണ്. ഒന്ന് മാനൂസ് എന്ന് പറയുന്നൊരു
ടൂളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ടൂളൊക്കെ പിന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ChatGPT, കസ്റ്റം GPT എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടില്ലേ, കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കസ്റ്റം GPT ഉണ്ടാക്കി. ഒരു റൈറ്ററുടെ പേര് മറിയ എന്നാണ്, മറിയന്റെ റൈറ്റർ തന്നെയാണ്. ഒരു റൈറ്ററുടെ പേര് ജുമാൻ എന്നാണ്, ഒരു റൈറ്ററുടെ പേര് ഗായത്രി എന്നാണ്. അപ്പോൾ ഇവരുടെ എല്ലാ ആർട്ടിക്കിൾ ഞാൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെഴുതുന്നതിനേക്കാൾ നന്നായിട്ട് ഇവർ എഴുതും, ഈ ChatGPT എഴുതും. പിന്നെ കണ്ടന്റ് ബ്രീഫ് ഉണ്ടാക്കുക. കണ്ടന്റ് ബ്രീഫ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, കണ്ടന്റ് ബ്രീഫ് മീൻസ് SEOക്കാരുടെ ഏറ്റവും പവർഫുൾ വെപ്പണാണ് കണ്ടന്റ് ബ്രീഫ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടന്റ് സാധാരണ രീതിയിൽ ഒരു റൈറ്റർക്ക് എഴുതാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരണമെന്നില്ല, അവരെന്തെങ്കിലുമൊക്കെ എഴുതും. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്ന രീതിയിലൊക്കെ വരണം എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ടോപ്പിക്ക് മാത്രം കൊടുത്താൽ മതി. ടോപ്പിക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടന്റ് ബ്രീഫ് ജനറേറ്റ് ചെയ്ത് തരും. ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്രൂവൽ കൊടുത്താൽ അത് ടോപ്പിക്ക് ഏകദേശം ഒരു ബ്രീഫ് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ പിന്നെ അത് വായിച്ചു നോക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഓഡിറ്റിങ്, വെബ്സൈറ്റ് ഓഡിറ്റിങ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വെബ്സൈറ്റുകൾ ഓഡിറ്റ് ചെയ്യുന്നത്, കോമ്പറ്റീറ്റർ റിസർച്ച്, കീവേഡ് റിസർച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ. വേർഡ്പ്രസ്സുമായിട്ട് നമുക്ക് GPT-യെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. വേർഡ്പ്രസ്സുമായിട്ട് നമുക്ക് GPT-യെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏജന്റിനെ നമുക്ക് ഉപയോഗിച്ചിട്ടും കണക്ട് ചെയ്യാം, GPT ഉപയോഗിച്ചിട്ടും കണക്ട് ചെയ്യാം. കസ്റ്റം GPT ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ SEO ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്നില്ലേ, അതൊക്കെ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ എല്ലാ പ്രോജക്റ്റിൻ്റെയും അത് മാറ്റി തരും. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ള എന്താണെന്ന് അറിയാമോ? ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. നിങ്ങൾ സാധാരണ ഒരു SEO പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ജോലി 2026 മുതൽ ഇല്ലാണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ മാനുവൽസ് അല്ലെങ്കിൽ AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയിൽ 4 SEO പ്രൊഫഷണലുകളെ പിരിച്ചു കിട്ടും. സെയിം സംഭവം മെറ്റാഡ്സിലും ഉണ്ടാവും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഈ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ, എനിക്ക് തോന്നുന്നു എല്ലാവരും ജനിച്ചത് മൊബൈൽ വേൾഡിലാണ്, ഇന്റർനെറ്റുള്ള സമയത്താണ് നിങ്ങളെല്ലാം ജനിച്ചത്. നമ്മളെല്ലാം പിന്നീട് ഇന്റർനെറ്റ് കണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇത് പഠിക്കാനൊക്കെ. ഇതിന്റെ കൂടെ കുറച്ചുകൂടെ വിഷനും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സംഭവം. പിന്നെ എന്ത് വന്നാലും, ഏത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എങ്കിൽ അത് ഫെയിൽ ആയിപ്പോകും. അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റിലെല്ലാം ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 20 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അതായത് കണ്ടന്റ് ഓഡിറ്റ്, SEO ഓഡിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്രയും കോമ്പറ്റീറ്റർ റിസർച്ച് ചെയ്തിട്ട് ഒരു 20 ദിവസമൊക്കെ എടുത്തിട്ടാണ്. ഇത് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട്, ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് 20 മിനിറ്റ് മതി. 20 മിനിറ്റ് മതി. 20 ദിവസം, 20 വേണ്ട, 20 എന്ന് വെച്ചാൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 20. ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് സ്ട്രെച്ചിൽ ചെയ്യുന്നത്. 50-60 പേജിലുള്ള റിപ്പോർട്ടുകളാണ് 20 മിനിറ്റ് കൊണ്ട് ചെയ്തത്. അതും നമ്മുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. ഞാൻ അടുത്ത ചോദിക്കാൻ നിന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞു. വൈബ് കോഡിങ് വന്നു, AI ഏജൻസ് ഉണ്ട്, AI കോണ്ടന്റ്സ് വന്നു, കോണ്ടന്റ് റൈറ്റേഴ്സ്. അപ്പോ ഇനി SEO പ്രൊഫഷണൽസ് റീപ്ലേസ്ഡ് ആവുമോ എന്നുള്ളത് അതിന്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞു. അത് കുറച്ചുകൂടി പറയാനുണ്ട്. ഓക്കെ. SEO പ്രൊഫഷണൽസ് റീപ്ലേസ്ഡ് ആവുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. നമ്മളെപ്പോഴും പറയാറില്ലേ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് ഈ ലോകത്തിന്റെ ഒരു നീതിയാണ്. അത് അങ്ങനെ തന്നെ ആവണം. കാരണം വെച്ചാൽ ഈ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്തവർ താഴോട്ട് പോവുക തന്നെ വേണം. കാരണം നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ വന്നു, അപ്പോൾ അതിനകത്ത് പ്രത്യേകം അവർ പറയുന്നുണ്ട് 40 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോകാത്തവർക്ക് ഫസ്റ്റ് ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റൂ, അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നവർ ആ മിഡിൽ ട്രാക്കിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മിഡിൽ ട്രാക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ അത്രയും സ്പീഡിൽ പോകുന്നവർക്കേ പറ്റൂ. അത് ഈ ലോകത്തിന്റെ നീതിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ലോകം പോകുന്നത്. അപ്പൊ അതുപോലെ AI ടൂളുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ. അപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു മാർക്കറ്ററാണ്, നിങ്ങളൊരു ഫേസ്ബുക്കിൽ സാധാരണ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു സാധാരണ രീതിയിൽ SEO ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. ഒരു സാധാരണ ഒരു ആവറേജ് കണ്ടന്റ് റൈറ്ററാണ് നിങ്ങൾ. അതായത് കയ്യിൽ നിന്നൊന്നും അധികം ഇൻപുട്ടൊന്നും ഇടാതെ ഇന്റർനെറ്റിലൊക്കെ കാണുന്നതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുരണ്ടി എഴുതിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2026 ആകുമ്പോഴേക്ക് ജോലി ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആളാണ്. അതായത് നിങ്ങളൊരു വിഷൻ,
ഒരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയൻസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ഏത് രീതിയിൽ പ്ലേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫാസ്റ്റായിട്ട് ടൂൾസ് അതിനെ പറ്റിയ ടൂൾസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ ഡബിളായിട്ട് നിങ്ങളുടെ സാലറി ഇത് ചെയ്യാം, ഹൈക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ കരിയർ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. അവിടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, മറ്റതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. അത് അങ്ങനെയാണ്, അതങ്ങനെ സംഭവിക്കും. അത് ഈ ലോകത്ത് പ്രകൃതിയിലായാലും മൃഗങ്ങളുടെ ഇടയിലായാലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ആ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാത്തവർ ആ രീതിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സംഭവം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഏത് ഫീൽഡിലായാലും ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം. നമുക്കൊരു സാധനം ഒരു സർവീസ് വിൽക്കാനാണ് തരുന്നത്, അത് ആരാണ് വാങ്ങേണ്ടത്, അതിലേക്ക് നമ്മൾ പോവാം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം, എങ്ങനെ നമുക്കത് ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടാം, മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാം, ഏതൊക്കെ ആളുകളിലേക്ക് പോകണം, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ ഒരു ത്രെറ്റ് ആയിട്ട് കാണുന്നില്ല, ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് പഠിച്ചു വരുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ 2 തവണ പറഞ്ഞു, ഇപ്പോഴും എടുത്ത് പറയുന്നത് വെച്ചാൽ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓവർകം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് ആണ് ഈ 2025. 2026 എത്തുമ്പോഴേക്കും നിങ്ങൾ അവരെക്കാൾ ടോപ്പിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിൽ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മള് ടെക്സ്റ്റൈൽ ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് അതിന്റെ ഒരു പൾസ് എന്താണെന്നുള്ളത് നമ്മളൊരു ഡമ്മി ബിസിനസ് വെച്ച് പഠിപ്പിച്ച് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഓൾസോ നമ്മളുടെ ഒരു USP ഏറ്റവും വലുതാണ് ഡിജിറ്റൽ സെയിൽസ് എന്നുള്ളത്. എല്ലാത്തിനപ്പുറം ലീഡ് കൊണ്ടുവരിക അല്ലെങ്കിൽ എൻക്വയറി കൊണ്ടുവരിക എന്നുള്ളതിന്റെ അപ്പുറം അതിനെ ഒന്ന് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവരെന്നെ സ്വന്തമായിട്ട് ആ കൺവേർഷൻ നടന്ന് ആ ഒരു പൈസ പോക്കറ്റിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡോപ്പമൈൻ റിലീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ഇനി അങ്ങോട്ട് ഇപ്പോൾ വോയിസ് സെർച്ചും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ GPT-5 വന്നപ്പോൾ തന്നെ അവർ വോയിസിന് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോയിസ് സെർച്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജെമിനിയുടെ ആണെന്നുണ്ടെങ്കിലും GPT-യുടെ ആണെന്നുണ്ടെങ്കിലും വോയിസ് തന്നെ. ഇപ്പം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത്, കാറിൽ വരുന്ന സമയത്ത് പണ്ട് പോഡ്കാസ്റ്റ് കേട്ടതിന് പകരം GPT-യിൽ വോയിസ് സെർച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ വരാറുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രൂപത്തിൽ. അപ്പൊ എനിക്ക് സംശയങ്ങളിൽ ചോദിക്കും, അവർ ആൻസർ തരും. അപ്പോൾ വോയിസ് സെർച്ച് അത്രത്തോളം ഇനി ഇംപ്രൂവൈസ് ചെയ്യാൻ പോവാണ്. അവിടെ എത്രത്തോളം SEOക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്? SEOക്ക് അവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇതിന്റെ എല്ലാം ബേസ് വർക്ക് ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ടെക്സ്റ്റ് ഇമേജ് കിട്ടിക്കഴിഞ്ഞാലും വോയിസ് കിട്ടിക്കഴിഞ്ഞാലും വേറെ ഏത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാലും ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് ന്യൂമറിക്കൽ ഇതായിട്ടാണ്, ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതായത് മനുഷ്യന്റെ തലച്ചോറില്ലേ, അത് ന്യൂറോൺസ് ആണ്, അറിയാലോ, എല്ലാവർക്കും പറയാം, ന്യൂറോൺസ് ആണ്. ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിലുള്ളത്. നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഒരുപാട് ഒരു ഇമേജ്, നമ്മൾ വീട്ടിൽ ആദ്യം കാണുന്ന കുട്ടി അമ്മയാണ് കാണുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ പല രീതിയിലുള്ള പിന്നെ സവിശേഷതകൾ, ലുക്ക്, പിന്നെ മണം, ഓൾഫാക്ടറി സിഗ്നൽസ്, ശബ്ദം, അമ്മ നടന്നു വരുന്നുണ്ടാവും ചെറിയ ശബ്ദം, അത് ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ന്യൂറോൺസ് പ്രോസസ്സ് ചെയ്ത് ഡാറ്റയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഡാറ്റ ഈ പറഞ്ഞ പോലെ പിന്നീട് ഓർത്തെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനാണ് ഈ ന്യൂറൽ സെർച്ച് എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ AI വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ന്യൂറൽ നെറ്റ്വർക്കും ന്യൂറൽ സെർച്ചും. അപ്പോൾ ഇത് പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഡാറ്റയും പിന്നെ ബൈനറി ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. ബൈനറി എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആയിട്ട്. നമ്മൾ നോക്കുന്നത് പോലെ ഗൂഗിളിന് അല്ലെങ്കിൽ AIക്ക് ChatGPTക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരു ടീച്ചർ 10 essay വായിച്ചിട്ട് ഇതിൽ ഇതാണ് നല്ല essay എന്ന് പറയുന്ന പോലെ ChatGPTക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇതിനെല്ലാം ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് ഇതിനകത്ത് ഇന്ന ഇത്ര സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഇമോഷൻ ഇതാണ്, ഇതിന്റെ സെന്റിമെന്റ്സ് ഇതാണ്, ഇതൊക്കെ മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഗൂഗിളിന്റെ തന്നെ ഇത് വന്നു, ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾ നോക്കിയാൽ മതി. ഗൂഗിൾ റിവ്യൂസിൽ ഇപ്പോൾ കീവേഡ്സ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ബെസ്റ്റ് ബിരിയാണി ഇൻ പെരിന്തൽമണ്ണ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് എന്നുള്ള വാക്കില്ലാത്തൊക്കെ അതിനകത്ത് റാങ്ക് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ ലവ് ദിസ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഷ്ടപ്പെട്ട ബിരിയാണി അയാൾക്ക് ബെസ്റ്റ് ആണ്. ആംബിയൻസ് ഈസ് ഗുഡ്, ദെയർ സർവീസ് ഈസ് ഗുഡ്, ബിരിയാണി ഈസ് ഓൾസോ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ബെസ്റ്റ് എന്നുള്ള കീവേഡ് വേണ്ട. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വേറെ സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞത്, ഈ വോയിസ് സെർച്ച് വന്നാലും ഇമേജ് സെർച്ച് വന്നാലും എന്ത് വന്നാലും ഇതിനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രോസസ് എല്ലാം സെയിം ആണ് വരുന്നത്.
ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ചോദ്യം റിട്രീവ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇമേജിനെ ഈ പറഞ്ഞ പോലെ പ്രോസസ് ചെയ്യുന്നതിലും വോയിസ് പ്രോസസ് ചെയ്യുന്നതിലും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് പ്രോസസ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നടക്കുന്ന എല്ലാം സെയിം ആണ്. പിന്നെ അതിനെ വോയിസ് ആയിട്ട് തിരിച്ചു കിട്ടുന്നത്, അതായത് ക്വസ്റ്റ്യനെ എടുത്തിട്ട് പോയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം റിട്രീവ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിന് ആൻസറിന്റെ രൂപത്തിലേക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ചിലപ്പോൾ വോയിസ് ആയിട്ട് ജനറേറ്റ് ചെയ്യും, ചിലപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യും, ചിലപ്പോൾ ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അത്രയും ആ സമയത്തും SEO അതിന്റെ പിന്നിൽ സെയിം ഇതായിട്ട് തന്നെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെർച്ച് വരുന്നു, അല്ലെങ്കിൽ വോയിസ് സെർച്ച് വരുന്നു, ജനറേറ്റീവ് എൻജിൻസിൽ സെർച്ചുകൾ വരുന്നു. ഇത് ആക്ച്വലി നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കുറക്കൂലേ? നമ്മളിപ്പോ ഒരു ആൻസർ കിട്ടാൻ ഇപ്പോൾ വെബ്സൈറ്റിൽ കയറി തപ്പിയെടുക്കുന്നതിന് പകരം GPT-യിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് ട്രാഫിക് നമ്മളെ വെബ്സൈറ്റിലേക്ക് കുറയില്ലേ? അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ റാങ്കിങ്ങിനെ, ഗൂഗിൾ സെർച്ചിലെ റാങ്കിങ്ങിനെ ബാധിക്കുമോ? അതോ അതുപോലെ തന്നെ നമ്മളിപ്പം ആഡ്സെൻസ് വഴി നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റവന്യൂവിനെ അത് ബാധിക്കില്ലേ? അപ്പോൾ അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ്സെൻസ് എന്നുള്ള സംഭവം അറിയാമോ എന്തോ? അതായത് ഈ പബ്ലിഷേഴ്സ് ഉണ്ടല്ലോ, അതായത് ബ്ലോഗുകൾക്കൊക്കെ നമ്മുടെ ഈ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ബ്ലോഗുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന് ആഡുകൾ കാണിച്ചിട്ട് അതിനകത്ത് റവന്യൂ കിട്ടും. അത് ഗൂഗിളിന്റെ ആഡ്സെൻസ് ആണ്. അതിനകത്ത് നമ്മുടെ ഡിസ്പ്ലേ ആഡ്സ് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും, നമ്മുടെ വെബ്സൈറ്റിനകത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ അത് ട്രാഫിക് വന്നിട്ട് ആളുകൾ വന്ന് അത് വിസിറ്റ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടൂ. നേരത്തെ അങ്ങനെയല്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ ആ പേജിൽ വന്ന് ജസ്റ്റ് കണ്ടാലും മതി, ഇപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് ഒരു സംഭവമാണ്. അത് പൂർണ്ണമായിട്ട് ബാധിക്കും. അതിനെതിരെ പബ്ലിഷേഴ്സ് വലിയ സമരത്തിലൊക്കെയാണ്. എന്ന് വെച്ചാൽ അതിന് എതിരായിട്ട് ഗൂഗിൾ ഇവരുടെ ഈ കണ്ടന്റ് ഒക്കെ എടുക്കുന്നതിന് പറ്റി വലിയ ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ട്രാഫിക് വേണമെന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ഒക്കെ പോകുമ്പോൾ സ്റ്റാളുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട് സ്റ്റാളുകൾ. ഈ സ്റ്റാളുകളിലൊക്കെ കയറുന്ന ആളുകൾ എത്ര പേര് വാങ്ങുന്നുണ്ട്? ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്. കനകക്കുന്നിൽ മിക്കവാറും ഉണ്ടാവും. നമ്മളിങ്ങനെ ആദ്യം കയറുമ്പോൾ ഹൽവയുടെ സ്റ്റാൾ കാണും. ഏത് സംഭവം വന്നാലും കോഴിക്കോട് ഹൽവയുടെ ഒരു സ്റ്റാൾ കാണും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ കുറെ സംഭവങ്ങളൊക്കെ വെക്കുന്ന പിന്നെ യുറേക്ക ബോക്സ്, പിന്നെ ബുക്സ്, അങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ കാണും. ഇതിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി അവസാനം തിരിച്ചു വരുമ്പോൾ കുറച്ച് ബ്രോഷേഴ്സ് മാത്രമുണ്ട്, ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും ആളുകൾ കയറിയിട്ട് ഈ പിന്നെ ബിസിനസ് നടന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെയാണ് ഈ പൂരപ്പറമ്പിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് കുറെ ആളുകൾ വന്നു, പിന്നെ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ അത് നിന്ന കാല് കഴിച്ചിലും ഈ പറഞ്ഞ പോലെ ക്ഷീണവും ഇതും മാത്രമേ ബാക്കി ഉണ്ടാവും. പക്ഷെ നമ്മളെ പറ്റി അറിഞ്ഞ് നമ്മൾ ഈ സർവീസാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെ തേടി വരുന്ന 10 പേരും 1000 പേര് വന്നിട്ട് ഒന്നും വാങ്ങാതെ പോകുന്നത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ആ 10 പേര്, ക്വാളിറ്റിയുള്ള 10 പേര് വന്നാൽ മതി. അപ്പൊ അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ക്വാളിറ്റിയുള്ള ആളുകൾ നമ്മളെ പറ്റി പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലാവാം, പിന്നെ ഫേസ്ബുക്കിലാവാം, യൂട്യൂബിലാവാം, പോഡ്കാസ്റ്റ് വഴിയാവാം, അതല്ല വേറെ ഈ പറഞ്ഞ ഏതെങ്കിലും ഫോറങ്ങളിലെ ഡിസ്കഷനിൽ വഴിയാവാം, ഏത് രീതിയിലായാലും നമ്മളെ പറ്റി അറിഞ്ഞിട്ട് അതിനകത്തേക്ക് വന്ന് നമ്മുടെ അന്വേഷിച്ച് വരുന്ന ആളുകൾ, ആ അന്വേഷിച്ച് വരുന്ന ആളുകളുടെ കൺവേർഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്. AI സെർച്ചിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ട്രാഫിക് കുറവായിരിക്കും, പക്ഷേ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും, അതിന്റെ കൺവേർഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതിന്റെ പോക്കറ്റിൽ പൈസ വീഴാം. അതെ, പൈസ വീഴും. പിന്നെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ പബ്ലിഷേഴ്സിന് റവന്യൂ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അവര് വേറെ ബിസിനസ് മോഡൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വെബ്സൈറ്റുകളെ മോണിറ്റൈസ് ചെയ്യാന്നുള്ള വേറെ, അതായത് എന്തിനും സൊല്യൂഷൻ വരും. അതായത് എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴാണല്ലോ സൊല്യൂഷൻസ് വരിക. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് അവരുടെ വെബ്സൈറ്റിനെ മോണിറ്റൈസ് ചെയ്യാനുള്ള വേറെ വഴികൾ അവർ നോക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ക്ലൗഡ്ഫ്ലെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പിന്നെ ഇതാണ് ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ വെബ്സൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. CDN ആണ്, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് AI സെർച്ച് എഞ്ചിൻ ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് വാങ്ങാനുള്ളൊരു സംവിധാനം നോക്കുന്നുണ്ട്. അതായത് AI സെർച്ച് എഞ്ചിൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടന്റ് വന്നിട്ട് ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം എമൗണ്ട് കൊടുക്കണം ഈ പബ്ലിഷേഴ്സിന്. അപ്പൊ ആ രീതിയിലേക്ക് ലോകത്തുള്ള പബ്ലിഷേഴ്സ് എല്ലാം നമ്മുടെ AI സെർച്ച് എഞ്ചിന് കണ്ടന്റ് കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ പേയ്മെന്റ് അടിസ്ഥാനത്തിൽ കൊടുക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ റവന്യൂ സോഴ്സ് ആവും. ആ രീതിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്.
അത് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു എന്താ പറയുക 2026 ഒക്കെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 27 ആകുമ്പോഴേക്ക് ഇതിനൊരു മോഡൽ ഉണ്ടാകും. ആ സമയമാകുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ സെർച്ചിൽ നിന്ന് കുറേ കൂടെ മാറി ഈ സെർച്ചിലേക്ക് മാറും. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ SEO എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു 5 വർഷം കൂടെ ഗൂഗിൾ ഈ ഒരു ഡൊമിനൻസിൽ ഇങ്ങനെ പോകും. അതായത് നമ്മളിപ്പോൾ ട്രഡീഷണൽ സെർച്ച് അവിടെ ഉണ്ടാവും, പുതിയ സെർച്ചും ഉണ്ടാവും. ട്രഡീഷണൽ സെർച്ച് പോകാൻ ഒരു 5 വർഷം കൂടി എടുക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതാണ് പറയുന്നത്. ഓക്കെ, ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ ജനറേറ്റീവ് എൻജിൻസിന് ആഡ്സിന് സാധ്യത ഉണ്ടോ? ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു സമയത്ത് അവർ ആഡ്സ് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്പോൺസേർഡ് ആയിട്ട് അവരൊരു പേയ്മെന്റ് വാങ്ങിയിട്ട് അവരതിനെ റാങ്ക് ചെയ്ത് കാണിക്കുന്ന ഒരു സാധ്യത ഇല്ലാതില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ AI മോഡ് ഉണ്ടല്ലോ ഗൂഗിളിന്റെ AI മോഡല് ആൻസേഴ്സ് കാണിക്കുന്നതിന്റെ കൂടെ തന്നെ ആഡ് കാണിക്കാനുള്ള ഒരു സംവിധാനം അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ ഓരോ ജോക്കുകൾ ചോദിക്കുകയും നമ്മൾ ഓരോ തമാശകൾ പറയുകയും നമ്മൾ രാത്രി ഇരിക്കും വെറുതെ ChatGPT കളിയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ പേരിൽ വലിയ എനർജി കൺസംഷനും അവർക്ക് വലിയ ചെലവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെലവ് മീറ്റ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അത് മാത്രമല്ല അതിനകത്തൊരു ബിസിനസ് റവന്യൂ മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ലെയറിന് മുകളിലുള്ള ആളുകൾ മാത്രമേ അതൊക്കെ ഉപയോഗിക്കൂ, എല്ലാവരും ഉപയോഗിക്കില്ല. അപ്പോൾ അവർക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആഡ് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റവന്യൂ സോഴ്സിലേക്ക് അവർ പോകേണ്ടി വരും. ഇപ്പോൾ ആഡുകളുടെ സാധ്യത ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിനോടാണ് ചെയ്തിട്ട് നമ്മളെ സമാൾട്ടുമാൻ ഒരു പ്രാവശ്യം ഒരു ട്വീറ്റ് ചെയ്തല്ലോ, ആരോ ചോദിച്ച സമയത്ത് പ്ലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ മില്യൺസ് ഓഫ് എമൗണ്ടിന്റെ എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊരു പ്ലീസും ഒരു താങ്ക് യു പറയൽ പോലും അവിടെ അത്രയും കൺസംഷൻ ഉണ്ട്. അപ്പൊ അവരെന്തായാലും ഒരു ഇതിലേക്ക് എത്തും അല്ലെ, റവന്യൂ മോഡല് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആ ഒരു ചെറിയ പയ്യന്റെ ഒരു പേരെന്താ, രാഹുൽ അല്ലല്ല ഇപ്പൊ പറഞ്ഞ ഒരാള്, ആ അത് തന്നെ ചെറിയ പയ്യൻ AI-യുടെ രാഹുൽ തന്നെ അത് തന്നെ. അവൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും നല്ല എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ഈ പിന്നെ ജനറേറ്റീവ് എഞ്ചിൻ ബാധിക്കുന്നുള്ള. അത്രയും എനർജി, അത്രയും കാർബൺ എമിഷൻ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ഓരോ പ്ലീസും ഓരോ ഹായും എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്നുള്ളത്. ഇനി അങ്ങോട്ട് വെബ്സൈറ്റുകൾ റീപ്ലേസ്ഡ് ആയിട്ട് ചാറ്റ് ബോട്ട്സിന് സാധ്യതയുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ ഹോസ്റ്റിഞ്ചറിലൊരു സാധനം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പൊ അവരുടെ കൂടെ എന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് ബോട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് വേണ്ട എല്ലാ പ്രോസസ്സും, എനിക്ക് ആക്ച്വലി ടെക്നിക്കലി അതിന് നോളജും കാര്യങ്ങളൊക്കെ കുറവാണ്. എൻ്റെ എല്ലാ പ്രോസസ്സും എനിക്ക് അതിൽ ഈസി ആയിട്ട് ചെയ്തു തന്നു. അവരുടെ ഒരു FAQ സെഷനിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സെഷനിലേക്ക് പോവാതെ എൻ്റെ ഒരു പ്രോസസ്സ് അവർ ഇതിലൂടെ ചെയ്തു തന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ബിസിനസ്സുകാർ ഒരു AI ചാറ്റ് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റ് ഒഴിവാക്കിയിട്ട് ചാറ്റ് ബോട്ട് ത്രൂ മാത്രമാക്കി കൊണ്ടുപോകുന്നൊരു അതിനൊരു സാധ്യതകളുണ്ടോ ആ ഒരു ഫോർമാറ്റിലേക്ക്? ഉണ്ട്. അതിൻ്റെ ഒരു സാധ്യത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു രൂപം മാറുമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ തന്നെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ട് അത്. എല്ലാ ഇതിനകത്തും ആ ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോ വലിയ റിസർച്ച് ജേണലുകളൊക്കെ നമ്മൾ നോക്കിയാൽ മതി. റിസർച്ച് ജേണലിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പിന്നെ കുറേയധികം റിസർച്ച് ജേണലിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ സംഭവങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോൾ കുറേ പേജുകൾ എടുക്കും. ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേയധികം റിസർച്ച് ജേണലുണ്ട്. അതായത് നമുക്ക് നിങ്ങൾക്ക് SEO ഒക്കെ സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ പെയ്ഡ് പിന്നെ ഇന്റർനാഷണൽ കോഴ്സുകളൊക്കെ ഉണ്ട്. കോഴ്സല്ല, കുറേ കമ്മ്യൂണിറ്റി ഉണ്ട്. ചിലതെല്ലാം എനിക്ക് ഫാസിലുമറൊക്കെ അയച്ചു തരും ചിലതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഹയർ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വെബ്സൈറ്റുകൾ ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് അറിയാമോ? നമുക്ക് ചാറ്റ് ബോർഡിനോട് സംസാരിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പഠിക്കാം. അതായത് എല്ലാ പേജുകളിലും നമ്മൾ കയറി ഇറങ്ങണ്ട. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഡാറ്റ ഉണ്ട്. അപ്പോൾ മിക്കവാറും വെബ്സൈറ്റുകൾ ആവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഒരു വെബ്സൈറ്റ് ഒരു മിനി സെർച്ച് എഞ്ചിൻ പോലെ, ഒരു ചാറ്റ് ബോട്ട് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ കണ്ടന്റും എല്ലാവർക്കും ആവശ്യമില്ല, എല്ലാം കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും, ചെറിയൊരു ഡാറ്റാബേസ്. അതിലായിരിക്കും കണ്ടന്റ് എല്ലാം ഉണ്ടാകുന്നത്. നമ്മളുടെ നീഡെല്ലാം ഈ പറഞ്ഞ പോലെ അത് സാറ്റിസ്ഫൈ ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഇൻഡെപ്ത് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ പേജിലേക്ക് അത് വിടുകയും ചെയ്യാം. അപ്പോൾ അത് എല്ലാവരും കാണണമെന്നില്ല. ആ രീതിയിലേക്ക് വെബ്സൈറ്റിനെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. പല വെബ്സൈറ്റുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പലതും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന 3-4 വെബ്സൈറ്റുകളിൽ അതുണ്ട്. നമ്മളുടെ ക്ലയന്റിന്റെ വെബ്സൈറ്റിൽ ഇതുവരെ അത് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ അത് ചെയ്യാനുള്ള ആലോചനയിലാണ്.
ഓക്കെ ഓക്കെ. അതായത് സിമ്പിൾ ആയിട്ട് ആൻസർ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. അതെ, അതിന്റെ ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ ഇന്നർ പേജിലേക്ക് പോകും ചെയ്യാം. പേജിലേക്ക് ഓക്കെ 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 ഓക്കെ, ക്ലിയർ. SEOക്ക് ഇനി നമ്മളെ പഴയ നിയമങ്ങൾ മാത്രമാവോ അതോ AI SEO എന്ന് പറഞ്ഞ പുതിയ നിയമങ്ങൾ വരുമോ? അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രോസസ്സുകൾ എൻറ്റയർലി മാറുമോ? AI നിയമങ്ങൾ മാറുമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, മാറും. മലപ്പുറത്ത് നിന്ന് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമോ? ചേച്ചിന് മുമ്പ് മലപ്പുറത്ത് ജനിച്ച ഒരാള്, അന്ന് മലപ്പുറം ജില്ലയില്ല. അത് തന്നെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കാരനായി. അന്ന് മലപ്പുറം ജില്ലയില്ല, ഏറനാട് ജനിച്ച ആളാണ്. അദ്ദേഹം മരിച്ച സമയത്ത് ഞാനൊരു വാർത്ത വായിച്ചിരുന്നു. വാർത്ത ഒരു സംഭവം കേട്ടിരുന്നു. അതായത് ഇദ്ദേഹം രാവിലെ 1 മണിക്കൂർ കൊണ്ട് 17-18 പത്രങ്ങൾ വായിക്കും. എങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 17-18 പത്രങ്ങൾ വായിക്കാൻ പറ്റും? ഒരു സാധാരണ ഒരാൾക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പത്രം വായിക്കും നന്നായിട്ട്, പിന്നെയുള്ള പത്രങ്ങളൊക്കെ ഓടിച്ച് വായിക്കുക ചെയ്യുക. ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അറ്റൻഷൻ കൊടുക്കേണ്ടതെന്ന് അയാൾക്കറിയാം. അവിടെ മാത്രം സ്ട്രെസ് ചെയ്ത് വായിക്കും. ബാക്കിയില്ല, എല്ലാം നേരത്തെ വായിച്ചത് തന്നെയാണ്. അപ്പോൾ അവിടെ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു സംഭവം അദ്ദേഹം പണ്ട് മുതൽ ചെയ്തു വരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന പല ആളുകളുണ്ട്. ഇദ്ദേഹത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ 2017 ഗൂഗിൾ ഒരു പുതിയൊരു റിസർച്ച് പേപ്പർ കൊണ്ടുവന്നിരുന്നു, അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടത് അറ്റൻഷൻ ആണ്. അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കുന്നത് ഈ ഒരു തിയറി വെച്ചിട്ടാണ്. നിങ്ങൾ എഴുതുന്ന എല്ലാ കണ്ടന്റ് വേർഡ് ബൈ വേർഡ് ആയിട്ട് അത് വായിച്ചു നോക്കുന്നില്ല, ക്വിക്കായിട്ടൊന്ന് നോക്കും. എന്നിട്ട് എവിടെ അതിന് വേണ്ട സംഭവങ്ങളുണ്ടെന്ന് അതിന് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കണ്ടന്റ് ഇനി വിജയിക്കൂ. അപ്പോൾ പഴയതുപോലെ നമ്മൾ കണ്ടന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് SEO അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ AI SEO എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വരില്ല. ഒരു ഇൻട്രോ വായിച്ചിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 സെക്കൻഡ് ടൈമിനുള്ളിൽ പറ്റണം. അതാണ് അറ്റൻഷൻ ഓൾ യു നീഡ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പ്രകാരമുള്ളതാണ്. ഒരു ഇൻട്രോ വായിച്ചിട്ട് ഒരാൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് സമയം വേണം. 47 സെക്കൻഡ് കൊണ്ട് ഈ ആർട്ടിക്കിള് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലിൽ അല്ലെങ്കിൽ ChatGPT അതിനകത്ത് സ്കിപ്പ് ചെയ്ത് പോകും. 47 സെക്കൻഡ് കൊണ്ട് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ആർട്ടിക്കിളിനെ സ്കിപ്പ് ചെയ്യും. 3 സെക്കൻഡ് കൊണ്ട് അതിനകത്തുള്ള ഹെഡ്ലൈൻസ് മൊത്തം വായിച്ചിട്ട് 3 സെക്കൻഡ് കൊണ്ട് മൊത്തം ഹെഡ്ലൈൻ നോക്കും കേട്ടോ. ഇത് ഈ ചോദിച്ച ചോദ്യമായിട്ട് റെലവൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ അതിന് പറ്റിയിട്ടില്ല എങ്കിൽ അപ്പം തന്നെ ആ ആർട്ടിക്കിൾ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആദ്യത്തെ 150 വേർഡ്സ് എഴുതുന്നത്, അതിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ആദ്യത്തെ 150 വേർഡ്സിൽ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട്. കോട്ടയത്തേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് ലാസ്റ്റ് വഴി പറയുന്നതിന് പകരം കോട്ടയത്തേക്ക് ഇതുവഴി പോയാൽ എത്താൻ പറ്റും. പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം കോട്ടയത്തേക്ക് പോകാൻ വേറെയും വഴിയുണ്ടെന്ന് രണ്ടാമത് പറയാം. കോട്ടയത്തേക്ക് പോകുന്ന സമയത്ത് വഴിയരികിൽ കഴിക്കാൻ ഇന്ന കടകളുണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് കോട്ടയത്തേക്കുള്ള വഴിയല്ല പറയേണ്ടത്, ആദ്യം തന്നെ ഡയറക്റ്റ്. അതിനെയാണ് സ്ട്രെയിറ്റ് ടു ആൻസർ എന്ന് പറയാം. അപ്പൊ ഈ രീതിയിലേക്കുള്ള റൈറ്റിംഗ് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് പാലിക്കാതെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആർട്ടിക്കിളിനെ അവർ വാല്യൂ ചെയ്യില്ല. അത് പൂർണ്ണമായിട്ട് ടെക്നിക്കലിയാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് AI ഒക്കെ നോക്കുന്നത് നമ്മുടെ ആർട്ടിക്കിളിനെ. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പഴയ നിയമങ്ങൾ ഇതിന് പറ്റില്ല എന്ന് മാത്രമല്ല, ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് മാറിയിട്ട് റെലവൻസ് എൻജിനീയറിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ചോദ്യത്തിന് ഒരു വെബ്സൈറ്റിലെ ആൻസർ എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന് വരുത്തി തീർക്കലാണ് ഇനി SEOക്കാരുടെ ജോലി. അതിന് വേണ്ടിയിട്ട് കീവേഡ് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്യലല്ല. കാരണം കീവേഡുകളല്ല ഇനി ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ആളുകൾ ഇനി സെർച്ച് ചെയ്യാൻ പോകുന്നത് അവരുടെ പ്രോബ്ലങ്ങളാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലമാണ് ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലത്തിന് ഇത് എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളതാണ് ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ അടുത്ത് ഞാൻ തന്നെ നടത്തിയൊരു സ്റ്റഡിയാണ്. നമ്മുടെ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് വെറുതെ ഇതെല്ലാം ഈ റിയൽ ഇത് പറയുന്ന വെച്ചാൽ എനിക്ക് മനസ്സിലാവാനാണ്. ബയർ പേഴ്സോണ SEO എന്ന് പറയും. ബയർ പേഴ്സോണ SEO എന്ന് വെച്ചാൽ ഓരോ ആളുകളെയും മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഇനി SEO ചെയ്യേണ്ടി വരും. ഓരോ ആളുകളെയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയാം. ഈ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആംഗിൾ ബി ലേൺ എന്ന് പറഞ്ഞിട്ട്, ഇന്റർവെല്ലൊക്കെ പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഈ ആംഗിൾ ബി ലേൺ പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് കേട്ടോ. ആംഗിൾ ബി ലേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1-on-1 ട്യൂഷൻ കൊടുക്കുന്നു.
1-on-1 ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത്. അതായത് ചെറിയ കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നോക്കിയാൽ മതി, ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസ് ആയിരിക്കാം എടുക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ആളുകൾ കാണാൻ പറ്റും. ഒന്ന്, വീട്ടിനടുത്ത് ട്യൂഷൻ സെൻറ്റർ ഇല്ലാത്ത പേരൻസ്, അല്ലേ? പേരൻസിന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തവർ. അതെന്തുകൊണ്ട് പറ്റാത്തവർ? അതിന് മാത്രമുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവർ. ഇനി രണ്ടാമത്, വിദ്യാഭ്യാസം ഉള്ളവർ, അവർക്ക് ടൈം ഇല്ലാത്തവർ. ഇനി അവർ സ്ഥലത്തില്ല, വേറെ സ്ഥലത്താണ്, അങ്ങനെയുള്ള ഒരാൾ. മറ്റൊന്ന്, എൻ്റെ മോൻ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു വില തരുന്നില്ല, അതുകൊണ്ട് ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് പഠിപ്പിക്കണം. പിന്നെ ട്യൂഷൻ സെൻ്ററൊക്കെ അടുത്തുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ കൺസേൺ ആണ്. ആ സമയത്ത് നാട്ടിൽ പട്ടിശല്യം, അതുകൊണ്ട് പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് വരുന്നതിന് ശരിയാവില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഓൺലൈൻ ട്യൂഷൻ പല പേരൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം റീസൺ പലതാണ്. അപ്പോൾ അവർ സെർച്ച് ചെയ്യുന്നത് പല രീതിയിലാണ്. നടുവേദന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, പല രീതിയിൽ വരാം. വെറുതെ ഇരുന്നാലും വരാം, ജോലി ചെയ്താലും വരാം, കിടക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് അനങ്ങിയാൽ വരാം. നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രീനറ്റൽ ഇതെന്ന് പറയും, അതായത് ഡെലിവറിക്ക് മുമ്പ്, പ്രസവത്തിൻ്റെ മുമ്പ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്ത നടുവേദന വരാം. പോസ്റ്റ് ഡെലിവറി സമയത്ത് ചിലപ്പോൾ വരാം. പിന്നെ കൂടുതൽ എക്സർഷൻ എടുക്കുന്ന സമയത്ത് വരാം, ജോലി ചെയ്യുന്ന സമയത്ത് വരാം. ചില ആളുകൾ ഈ വീട്ടിലൊക്കെ ഈ കിച്ചൺ സിങ്കുകളില്ലേ, കുറേ ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന വരാം. ഇതൊക്കെ ഈ രീതിയിൽ സെർച്ച് ചെയ്യും. എൻ്റെ വീട്ടിലൊരു കിച്ചൺ സിങ്ക് കുറച്ച് ദൂരെയാണ്, അപ്പം ഞാൻ കുനിഞ്ഞു നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ നടുവിന് വേദനയാണ്. ചില ആൾ പറയും എനിക്ക് പോസ്റ്റ് ഡെലിവറി പ്രശ്നമാണ്, ഞാൻ കുറേ നേരം ഇരിക്കുന്നതാണ്, അതുകൊണ്ട് വരും. ഞാൻ സ്കൂട്ടറിൽ കട്ടർ റോഡിലൂടെ കുറേ പോയിക്കൊണ്ട് എനിക്ക് വരികയാണ്. അപ്പോൾ ആളുകളുടെ ചോദ്യങ്ങൾ ഡിഫറെൻ്റ് ആകുമ്പോൾ ഇതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മളെ കൊണ്ടുവരേണ്ടത്. ഇതിനെയാണ് റെലവൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ബയർ പേഴ്സോണ SEO എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് SEO ആയിരിക്കില്ല, റെലവൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു ടേം ആയിരിക്കും വരാൻ പോകുന്നത്. ലോകത്തിൽ ചില കമ്പനികളിലൊക്കെ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 കമ്പനികളെ ഇപ്പോൾ റെലവൻസ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നുള്ളൂ. അതിന് ഡാറ്റ മസ്റ്റായിട്ട് വേണം. ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എന്നിട്ട് എങ്ങനെ കൃത്യമായിട്ട് ആ രീതിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വേർഡുകൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കണം. ആ രീതിയിലൊക്കെ ആയിരിക്കും ഇനി പറഞ്ഞ പോലെ SEO മാറാനായിട്ട് പോകുന്നത്. ഓക്കെ നമ്മള് റാങ്കിനെ പറ്റി ഇടയിലൊന്ന് സംസാരിച്ചു. അതെ, അതിനൊന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ? എന്താണ് റാങ്ക് എന്നുള്ളതും എങ്ങനെയാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആസ് എൻ SEO പ്രൊഫഷണൽ നമ്മൾ എങ്ങനെ അതിനെ മനസ്സിലാക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്. റാങ്ക് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു റീൽ ചെയ്തിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ അശ്വമേധം കാണാറുണ്ടോ? GS പ്രദീപിന്റെ. GS പ്രദീപ് നല്ല ലാംഗ്വേജ് എക്സ്പെർട്ടാ, മനോഹരമായിട്ട് സംസാരിക്കും, അല്ലേ? പുള്ളി ചില സമയത്ത് സ്റ്റക്കായി പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളിയുടെ നോളജ് ലെവലിന് അപ്പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ വരുമ്പോൾ പുള്ളി സ്റ്റക്കാവും. കണ്ടിട്ടില്ലേ? ആ സമയത്ത് പുള്ളി എന്ത് ചെയ്യും? യെസ് ഓർ നോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇയാൾ ഇന്ത്യൻ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരുമ്പോൾ ചെക്കാവുന്ന സമയത്ത് അവിടെ ഒരു നോളജ് പാനൽ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ അയാൾക്ക് അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ നോളജ് സോഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും അതെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് മനോഹരമായിട്ട് അയാൾ ഡെലിവറി ചെയ്യും. ശരിക്കും റാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ട്രെയിനിങ് ഡാറ്റയ്ക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്. അതായത് ട്രെയിനിങ് ഡാറ്റ എല്ലാം കൊടുത്തിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല ലാർജ് ലാംഗ്വേജ് മോഡലിനെ. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ AI സെർച്ച് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം കാണുന്ന ഈ ChatGPTയുടെ നമ്മൾ കാണുന്ന വേർഷൻ ഉണ്ടല്ലോ, അതൊരു ചാറ്റ് വേർഷൻ മാത്രമാണ്. ഇതിന്റെ ബാക്കിൽ പല ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്. ഇതിനെല്ലാം ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ കൊടുത്തിട്ടാണ്. ഇത് നോക്കുന്നത് പാറ്റേൺസ് വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. പാറ്റേൺസ് വെച്ചിട്ട് ആർക്കും എന്തും പറയാം. നിങ്ങൾക്കറിയാം, ഇവിടെ കൂരിയാട് പാലം തകർന്നപ്പോൾ അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ നടത്തുന്ന അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിരുന്നു. അയാൾ ഇന്നേ വരെ നാഷണൽ ഹൈവേ പണിഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റിയത്? ഈ പാറ്റേൺ, നിങ്ങളിപ്പോൾ ഒരു വീട് പണി നോക്കി നിൽക്കുക, ഇഷ്ടിക വെച്ചു, പിന്നെ സിമെന്റ് വെച്ചു, ഇഷ്ടിക വെച്ചു, സിമെന്റ് വെച്ചു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇഷ്ടിക എടുത്ത് അവിടെ വെക്കെന്ന് പറയും. നിങ്ങൾ കൺസ്ട്രക്ഷൻ പഠിച്ചിട്ടല്ല, പാറ്റേൺ ഇങ്ങനെയാണ്, അല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും. അതിന് ബുദ്ധി വേണ്ട. അതിന് ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിരുന്നാൽ മാത്രം മതി.
അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് പറയും. ആ തെറ്റ് പറയുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, നമുക്ക് പറയുന്ന പോലെ നമുക്കിപ്പോൾ ഒരു ഉത്തരം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈബ്രറി അപ്രോച്ച് ചെയ്യും അല്ലേ, ഇന്റർനെറ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ എടുക്കും. ഇതേ സംവിധാനം തന്നെ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക, അറിയാത്ത ആള് അറിയാവുന്ന ആളോട് ചോദിക്കുക. അതിനെയാണ് സിലബസിൽ ഇല്ലാത്ത ഉത്തരം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടുപോകുന്നുണ്ടിട്ടില്ലേ. പക്ഷെ പുറമേ നിന്ന് വായിക്കുന്ന അല്ലെങ്കിൽ അഡീഷണൽ റീഡിങ്ങുള്ള കുട്ടി, ആ കുട്ടിക്ക് ഒരു ബുക്ക് കിട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കാൻ പറ്റും. ആ സംഭവമാണ് റാഗ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇതാണ് സിമ്പിൾ ആയിട്ട് റാഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ റാഗ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് റാഗ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് അതോറിറ്റിയുള്ള വെബ്സൈറ്റുകൾ. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലെ അതോറിറ്റിയുള്ള വെബ്സൈറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. മറ്റൊന്ന് ന്യൂസ് മീഡിയാസ്, പിന്നെ വലിയ വിക്കിപീഡിയ പോലുള്ള വെബ്സൈറ്റുകൾ, പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ അതോറിറ്റിയുള്ള എല്ലാ സംഭവത്തിനെയും അത് യൂസ് ചെയ്യും. വലിയ വലിയ ഡാറ്റ ഹബ്ബുകൾ, ഡാറ്റാ ബേസുകൾ, ഇതിനെല്ലാം അത് ഉപയോഗിക്കും. ലൈവായിട്ടുള്ള ഇന്റർനെറ്റ് സെർച്ചിന് അത് ഉപയോഗിക്കും, ഗൂഗിൾ സെർച്ചിന് ഉപയോഗിക്കും, ഇതിനെല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഗൂഗിൾ സെർച്ചിൽ ആദ്യത്തെ 20 വരിക, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാക്കുക, ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും നല്ലൊരു സോഴ്സ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ മാറ്റാൻ വേണ്ടി അതോറിറ്റി എൻഷുർ ചെയ്യുക, നല്ല ക്വാളിറ്റി ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നൊരു സംഭവം തന്നെ. നിങ്ങൾ ഒരാളോട് ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ഒരു പുതിയ ഒരാൾ നല്ലൊരു ഉത്തരം പറഞ്ഞു, പക്ഷെ അറിയപ്പെടുന്ന ഒരാൾ വേറൊരു ഉത്തരം പറഞ്ഞു. നമ്മൾ അറിയാതെ ഈ അറിയപ്പെടുന്ന ആൾ പറഞ്ഞ ഉത്തരത്തിന് നമ്മൾ വാല്യൂ കൊടുക്കില്ലേ? അതെന്തുകൊണ്ടാണ്? ഇയാൾ ആ ഫീൽഡിൽ അറിയപ്പെടുന്ന ആളാണ്. അതിനാണ് ബ്രാൻഡ് പ്രോമിനൻസ് എന്ന് പറയാം. അതായത് ഒരു ബ്രാൻഡിന് പല പ്രോമിനൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? അവർക്കൊരു വെയിറ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ ഒരു ബ്രാൻഡഡ് ആയിട്ട് മാറ്റാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അത് ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ ബിസിനസ്സുകളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റാ കുറച്ച് എനിക്കൊന്ന് 2 വർഷം കഴിയുമ്പോഴേക്ക് ടെക്സ്റ്റയുടെ റീലുകളെല്ലാം നിറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതായിരിക്കും നല്ലതെന്ന് പറയുന്ന പോലെ ഇപ്പൊ 3 വർഷം കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരുപാട് റീലുകൾ പോകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റയുടെ പിന്നെ റീലിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ്? അത്രയും സ്ഥലങ്ങളിലേക്ക് പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കണ്ടന്റ്. അപ്പൊ ആ പേര് അത്രയും പേര് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിലെ ഒരു ടോപ്പ് നെയിമാണ് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കതിന് ഏറ്റവും നല്ല ടൂൾ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, പോഡ്കാസ്റ്റുകൾ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രാൻഡ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ലിങ്ക്ഡിൻ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഓർഗാനിക് കോണ്ടന്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഫറെന്റ് അല്ല, ലിങ്ക്ഡിനിലേക്ക് വരുമ്പോ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആണ്. എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്? നമ്മൾ ഇവിടെ സ്റ്റുഡൻസിന് ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു അതോറിറ്റി അതിൽ ക്രിയേറ്റ് ചെയ്ത് വരണം എന്നുള്ളത്. അപ്പൊ അതിനെന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടോ? ഓർഗാനിക് കണ്ടന്റിന്റെ എന്തെങ്കിലും കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ട്? ഞാൻ ബേസിക്കലി ലിങ്ക്ഡിന്റെ എക്സ്പെർട്ട് ഒന്നുമല്ല. ലിങ്ക്ഡിന്റെ ഒരു റൂളും പാലിക്കാതെ എഴുതുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതിലൊന്ന് ആഡ് ചെയ്യാനുള്ളത്, ഐ തിങ്ക് മലയാളം സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കാർത്തിക് സാറെയാണ്. മലയാളം റൈറ്റിംഗ് കൊണ്ടുവന്നതിലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഈ ലിങ്ക്ഡിന്റെ ഒരു സംഭവം പിന്നെ പാലിക്കാതെയാണ് എഴുതുന്നത്. എന്ന് വെച്ചാൽ മലയാളം കണ്ടന്റ് എഴുതാറുണ്ട്. നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എഴുതാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാറുണ്ട് ലിങ്ക്ഡിൻ നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ. എൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ പഴയതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നോക്കിയാൽ മതി. ഇൻഡസ്ട്രിയിലുള്ള എക്സ്പെർട്ടുകളെ പറഞ്ഞ പോലെ തെറ്റുകൾ പറയുമ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, ഫോളോവേഴ്സ് കുറഞ്ഞു പോവോ. പക്ഷെ ആ സമയത്തൊക്കെ ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം സത്യമാണ് പറയുന്നുണ്ടെങ്കിൽ ബി ജെനുവിൻ എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. നമ്മൾ ജെനുവിനാണ് എന്ന് തോന്നുക, നമ്മൾ പറഞ്ഞൊരു കാര്യം അവിടെ ഫീച്ചർ ചെയ്യാം. നമ്മൾ പിന്നെ എല്ലാ സ്ഥലത്തും പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ വോയിസ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പഴയൊരു കവിതയുണ്ട്, അതായത് നമ്മുടെ ശബ്ദം ഈ ലോകത്ത് വേറിട്ട് കേൾക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ശബ്ദം എല്ലാവരുടെയും ശബ്ദം പോയി ആവാൻ പാടില്ല.
നമ്മുടെ ശബ്ദം മറ്റുള്ള 1000 പേരുടെ ശബ്ദത്തിൽ നിന്ന്, അല്ലെങ്കിൽ 3 പേരാണ് ഇപ്പോൾ ഉള്ളെങ്കിൽ ഈ 2 പേരുടെ ശബ്ദത്തിൽ നിന്ന് നമ്മുടെ ശബ്ദത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാവും. അത് മാത്രമാണ് ഞാൻ ലിങ്ക്ഡിനിൽ നോക്കുന്നത്. ഞാൻ ശരിക്കും ലിങ്ക്ഡിനിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ലിങ്ക്ഡിൻ നല്ലൊരു മീഡിയ ആണ്, നമുക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്, ഓർഗാനിക് കണ്ടന്റിന്റെ നല്ലൊരു ഇതാണ്. പക്ഷെ പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇതാണ്. പക്ഷെ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് നമ്മുടെ ലോക്കൽ ഓഡിയൻസിന്റെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഇൻസ്റ്റാഗ്രാമാണ്, പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നത്. ലിങ്ക്ഡിനിൽ പ്രൊഫഷണൽസ് മാത്രമേ ഉണ്ടാവും. കാരണം എൻ്റെ 2 എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ലിങ്ക്ഡിനിൽ പ്രൊഫഷണൽസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെൻറ്ററിങ്ങും അത്രയും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ലിങ്ക്ഡിനിൽ പറഞ്ഞ പോലെ നമുക്ക് കൺസൾട്ടേഷൻസ് മാത്രമേ വരും. കൺസൾട്ടേഷൻസ്, അത്തരം കാര്യങ്ങൾ, ചില വർക്കുകൾ, അതൊക്കെ വരും. അങ്ങനെയുള്ള എല്ലാ മീഡിയയും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ ലിങ്ക്ഡിനിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ കാര്യം ഫോളോ ചെയ്യാറുള്ള ബി ജെനുവിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മളായിട്ട് തന്നെ എഴുതുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് 2026 ആയിട്ട് വരാൻ പോകുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് SEO എന്തായിരിക്കും? SEO ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഏറ്റവും സൂപ്പർ ആയിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ എന്തായിരിക്കും? അങ്ങനെ SEOയിൽ നമുക്കൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് പറ്റില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് മാറും, നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം തരും. പക്ഷേ വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയാം. ഇനി വെബ്സൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, അത് സോഴ്സുകൾ അവഗണിച്ചിട്ട് ഒരിക്കലും സെർച്ചിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൂഗിളിനായാലും ChatGPTക്കായാലും ഒക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളെ അവഗണിച്ചിട്ട് അവർക്ക് ഒരിക്കലും പോകില്ല. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ റിപ്പോർട്ടേഴ്സ് തന്നെ പറയാം. ഈ റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധാരണ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഇന്റർനെറ്റിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോഴ്സിനെ അവർക്ക് ഒരിക്കലും കളയാനായിട്ട് പറ്റില്ല. അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവമില്ല. ഇത് ഗ്രാജുവലി ആയിരിക്കും മാറ്റം വരിക. ഒരിക്കലും അത്ര വലിയൊരു അപ്ഡേഷൻ വരാൻ സാധ്യതയില്ല 2026 ആകുമ്പോഴേക്ക്. ഓക്കെ. ഇപ്പോ ഏതെങ്കിലും AI ടൂൾസ് സജസ്റ്റ് ചെയ്യാൻ കഴിയുമോ? SEO പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കോമൺലി ഉള്ള എന്തെങ്കിലും സജഷൻസുകൾ ഉണ്ടോ? മെയിനായിട്ട് ഇത് തന്നെ. ഞാൻ ഭയങ്കര വണ്ടർ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ മാനൂസ് ആണ്. അതിന് പെയ്ഡ് വെർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇപ്പൊ 4 ബിരിയാണി കഴിക്കാതെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പെയ്ഡ് വെർഷൻ എടുത്തു നോക്കുക. അത് തരുന്ന ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ ഡീപ്പായിട്ട്, ഇപ്പൊ ChatGPTക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പെയ്ഡ് വെർഷൻ ആയാലും അത് ക്രോൾ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിന്റെ ഇന്നർ പേജിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയും. ഒരു ഉഴപ്പാനാണ് ചില സമയത്ത്. മാനൂസ് അങ്ങനെയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ബംഗാൾ എന്നൊക്കെയുള്ള ജോലിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന പോലെ നമ്മൾ പറഞ്ഞാൽ അത് ചെയ്തിട്ടേ വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. അത് ഓഡിറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന്റെ എക്സ്ട്രീം തരും. പിന്നെ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നുള്ളതാണ്. പിന്നെ കുറെ പേരുകളുണ്ട്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ പറയാം, പുതിയതായിട്ട് വന്ന കുറെ ടൂളുണ്ട്, അതിന്റെയൊക്കെ പേരുകൾ മറന്നുപോയി. ഇപ്പോൾ ബ്രാൻഡ് റഡാർ എന്ന് പറഞ്ഞിട്ട് HRFന്റെ ഒരു സംഭവം ഉണ്ട്. നമ്മളെ ബ്രാൻഡ് മെൻഷൻസ് എത്രത്തോളം വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. AI വിസിബിലിറ്റി നോക്കുന്ന, പിന്നെ ഇൻലിങ്ക്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ടൂൾ ഉണ്ട്. AI വിസിബിലിറ്റി നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ്. ഇൻലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. ഇൻലിങ്ക്സ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ നമ്മൾ എഴുതുന്ന കണ്ടന്റിൽ എത്രത്തോളം എൻറ്റിറ്റീസിന് പ്രസന്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ കണ്ടന്റിൽ എത്രത്തോളം എൻറ്റിറ്റീസ് ഉണ്ട്, ഇതൊക്കെ റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻലിങ്ക്സിന്റെ എൻറ്റിറ്റി അനലൈസർ എന്ന് പറയുന്നത്. പിന്നെ ഗൂഗിളിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടൂളുണ്ട്, ക്ലൗഡ് നാച്ചുറൽ ലാംഗ്വേജ് API എന്ന് പറഞ്ഞിട്ട് ഡെമോ. അതിന്റെ ഡെമോ വെർഷൻ മാത്രം നോക്കിയാൽ മതി. ക്ലൗഡ് നാച്ചുറൽ ലാംഗ്വേജ് API നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് അതിനകത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ സെന്റിമെന്റ് ഇത് പറഞ്ഞുതരും. എത്രത്തോളം സേലിയൻ സ്കോർ ഉണ്ട് എന്ന് പറഞ്ഞുതരും, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അതായത് ടെക്നിക്കലി നമ്മുടെ കണ്ടന്റ് പെർഫെക്റ്റ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടൂള് ഗൂഗിളിന്റെ ക്ലൗഡ് നാച്ചുറൽ ലാംഗ്വേജ് API ഡെമോ. ഫ്രീ ആയിട്ടുള്ള വെർഷനാണ്. അതിന്റെ പെയ്ഡ് വെർഷൻ ഒന്നും എടുക്കണ്ട. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഏത് കണ്ടന്റ് എടുത്തിട്ട് അതിന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഏത് വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എത്രത്തോളം സ്ട്രോങ് ആണ്. പോസിറ്റീവ് സെന്റിമെന്റ് ആണെങ്കിൽ അതിനകത്ത് ഗ്രീൻ ഉണ്ടാവും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുണ്ടാവും. പക്ഷെ അപ്പോഴും നമുക്കൊരു കോമൺ സെൻസ് വേണം. നമ്മൾ രോഗങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? രോഗങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ബെസ്റ്റ് രോഗം എന്ന് പറഞ്ഞൊരു രോഗമില്ല.
പക്ഷെ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ട് ഗ്രീൻ വരണം. അപ്പൊ അവിടെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് ടൂൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടൂൾ എന്താണെന്ന് പറയുമ്പോൾ കോമൺ സെൻസ് തന്നെയാണ് ഏറ്റവും നല്ല ടൂള്. ഓക്കെ ഓക്കെ, ഇത്രയും AI ടൂൾസ് വരികയാണ്. അപ്പോ ആക്ച്വലി ഒരു ബിസിനസ്സുകാരന് ആ ബിസിനസ്സുകാരൻ കരുതാണ് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, സ്വന്തമായിട്ട് തന്നെ ഞാൻ SEO മാനേജ് ചെയ്തോളാം, ഒരു AI ഏജന്റിനെ വെച്ച് സ്വന്തമായിട്ട് തന്നെ SEO മാനേജ് ചെയ്ത് പ്രൊഫഷണൽസ് ഒന്നും വേണ്ടാതെ ഞാൻ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ? എത്രത്തോളം അതൊരു നല്ല റിസൾട്ടായി മാറും? ഇല്ല, അതിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴും ബിസിനസ്സുകാർ SEO ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ബിസിനസ്സുകാർ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതിനോടും പാഷൻ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ മാർക്കറ്റിംഗ് ആയാൽ പോലും നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രകാശ് വർമ്മ അറിയാൻ തുടരും, പുള്ളിയുടെ ആടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പ്യുവർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് പോലും സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതെ, അതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഈവൻ SEOയിലായാലും മെറ്റാ ആഡ്സിലായാലും ഗൂഗിൾ ആഡ്സിലായാലും നമ്മൾ ഓർഗാനിക് കോണ്ടന്റിലായാലും നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് ഇതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഈ ടൂളുകളെല്ലാം അറിഞ്ഞാൽ പോലും ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ, അതായത് ആളുകളുടെ ഇമോഷനെ മനസ്സിലാക്കിയിട്ട്, നവരസങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇത് മനസ്സിലാക്കിയിട്ട്, നവരസം എന്ന് പറഞ്ഞാൽ അറിയാം 9 രസം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ആണ്. ഭയം, പേടിപ്പിച്ചിട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ചിരിപ്പിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എമ്പതി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഏത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സ്റ്റോറി പറയേണ്ടത്? ഇത് ശരിക്കും ഒരു റിയൽ മാർക്കറ്റർക്കേ പറയാൻ പറ്റും. റിയൽ ക്രിയേറ്റർ, റിയൽ മാർക്കറ്റർക്കേ പറയാൻ. ഇത് ബിസിനസ് ആസ്പെക്റ്റ് അല്ല. ബിസിനസ്സിനെ ഒരു ആർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇനി മുതലുള്ള ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ബിസിനസ്സുകാർക്ക് ടൂൾസ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആ പേടി നമുക്ക് വേണ്ട. ഓക്കെ, ഇ കൊമേഴ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ AI എങ്ങനെയാണ്, അല്ലെങ്കിൽ AI SEO എങ്ങനെയാണ് അതിൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ പോസിബിൾ ആവുമോ? ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് മുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ ഇതെല്ലാം പറ്റും. പക്ഷെ ആമസോണിൽ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇതേ സാധനം ഫ്ലിപ്കാർട്ടിലും വിൽക്കുന്നു, ഇതേ സാധനം വേറെ സ്റ്റോറിലും വിൽക്കുന്നു. ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് ആമസോണിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത്, എന്തുകൊണ്ട് ക്രോമയിൽ നിന്ന് വാങ്ങുന്നത്? ബൈയിങ് എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. ഈ ബൈയിങ് എക്സ്പീരിയൻസ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ സ്റ്റോറിന്റെ ഓണറാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത്. ആ ബൈയിങ് എക്സ്പീരിയൻസ് സ്റ്റോർ ഓണർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റോറിയും ഈ ഒരു വിഷനും ആളുകളിലേക്ക് എത്തിക്കേണ്ടത് മാർക്കറ്റേഴ്സ് ആയിട്ടുള്ള നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ബേസ് ലെവലിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാസ്കുകൾ ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ മാർക്കറ്റിംഗ് സൈഡിലുള്ള ഈ സംഭവങ്ങൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഹ്യൂമനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ ബൈയിങ് എക്സ്പീരിയൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ എന്തിനു അവിടെ നിന്ന് വാങ്ങണം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ഒരിക്കലും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ വേർഡ്പ്രസിന്റെ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ SEO യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വേർഡ്പ്രസ് തന്നെയാണ്. അപ്പോൾ ഈ AI എറയിൽ എങ്ങനെയാണ് ഇനി വേർഡ്പ്രസ് ആക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വേർഡ്പ്രസിൻ്റെത് എങ്ങനെയാണ് ഇനി ചേഞ്ചുകൾ വരാൻ സാധ്യത ഉള്ളത്, അതിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ്. വേർഡ്പ്രസിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ വേർഡ്പ്രസ് ഈ പറഞ്ഞ പോലെ വലിയ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതായത് ഏറ്റവും എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടന്റ് അതിനകത്തേക്ക് പബ്ലിഷ് ചെയ്യാം. അതിനുള്ള ലോഡ് ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സംഭവം വേർഡ്പ്രസിന് ബൈ ഡിഫോൾട്ട് അതിനുണ്ട്. പേജല്ല, ബ്ലോഗുകൾ എത്ര വേണമെങ്കിലും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ചെയ്യും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. വേർഡ്പ്രസ് പോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ വൈറ്റ് കോഡിംഗ് ഒക്കെ വഴിയിട്ട് ഒരുപാട് വെബ്സൈറ്റുകൾ ഇനി വന്നു എന്ന് വരാം. അപ്പോൾ എന്താ പറയാ, വേർഡ്പ്രസിൽ കോഡിംഗ് നടക്കുന്നുണ്ട് ബാക്ക് എൻഡില്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡിൽ ഡിസൈൻ ചെയ്തിട്ട് ബാക്ക് എൻഡിലെ കോഡിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പൊതുവെ വെബ്സൈറ്റിൽ വരുന്ന മാറ്റങ്ങൾ അതിനകത്തേക്ക് വന്നു വരാം. ഈ ഓട്ടോമേഷൻസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഇന്റഗ്രേഷൻസ്, അതായത് AI ഏജന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലഗിൻസ് അതിനകത്തേക്ക് കൂടുതൽ വരാം. AI ഏജന്റുമായിട്ട് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ വരാം. ഇതൊക്കെ ഇനി അപ്ഡേഷൻ വരും.
ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതാകുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് SEO പഠിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അഡ്വൈസ്, ഇപ്പൊ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഒരു അഡ്വൈസ് ഷെയർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ അഡ്വൈസ് ഒന്നും ഇല്ല. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. ഇപ്പോൾ ഞാൻ ആളുകൾ നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സൗണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുമ്പോൾ അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിസൺ ചെയ്യുന്ന ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങളൊരു ലിങ്ക്ഡിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ ഒക്കെ നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്, അതൊരു ചെറിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എൻ്റെ ഒരു റൈറ്റർ ഒരു ദിവസം ഒരു ആർട്ടിക്കിൾ എഴുതി, അത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് റാങ്ക് ചെയ്ത് വന്നു. ആ സംഭവം ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തു. അത് എത്ര വലിയ സംഭവമാണെന്ന് വെച്ച് ഞാനല്ല, ആ റൈറ്റർ നന്നായിട്ട് എഴുതി, ഞാനത് പബ്ലിഷ് ചെയ്തു, പിറ്റേ ദിവസം അത് റാങ്ക് ചെയ്ത് വന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് ഹൈ കോമ്പറ്റീഷനിലൊരു നിഷിൽ റാങ്ക് ചെയ്ത് വന്നു. അത് ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു വലിയ കമ്പനി അപ്രോച്ച് ചെയ്യും, അവരെനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് തരികയും ചെയ്തു. അപ്പോൾ അതുപോലെ ഇതൊരു ചെറിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി നിർത്താതിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ മൊമെൻറ്റ്സ്, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടി ചെറിയ ഇൻഫർമേഷൻസ്, നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ട്, അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, ആളുകളുടെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യുക. പ്രോബ്ലം ഈ പറഞ്ഞ പോലെ ചലഞ്ച് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക. പിന്നെ വേറൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഒരു ജോലി വളരെ മൊണോട്ടണസ് ആയിട്ട് റെപ്പിറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് സാലറി മാത്രം കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. അവിടെ 2 വർഷം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിന് വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ കുറച്ച് സാലറി കിട്ടും. ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയർ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനായിട്ട് എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. പിന്നെ ചിലപ്പോൾ കരിയറിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ നിങ്ങൾ സാലറി നോക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ഒരു നല്ല എക്സ്പോഷർ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ ഡെക്സ്റ്റയുടെ രീതി എനിക്കറിയില്ല എങ്കിൽ പോലും നിങ്ങളൊരു പ്ലേസ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരിക്കലും മാറാതിരിക്കുക. നിങ്ങൾ സ്വയം എനിക്ക് നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് വേണ്ട, എനിക്ക് വേറെ ജോലി കിട്ടുന്നുള്ളൊരു കോൺഫിഡൻറ്റോടുകൂടി ഇവിടെ മുഖത്ത് നോക്കി പറയണം. നിങ്ങൾ പഠിപ്പിച്ചത് വെച്ച് ഞാൻ പഠിച്ചത് വെച്ചിട്ട് വേറെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. ആ ഒരു കോൺഫിഡൻസാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്.